ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് എല്ലാ മക്കളുടെയും കമൻസുകൾ ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസിൻ്റെ ബലത്തിലാണ് മക്കളെ ഞാനിപ്പോൾ ഈ രാമായണം ഇടുന്നത്. എല്ലാവർക്കും എന്താ പറയുക, മനസ്സിലാകുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ സന്തോഷം. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം. നിർമ്മല പവിത്രനും ശ്രീകല ജഗദമ്മ, ഗീതാ നായർ, ഓമന മുരളീധരൻ, പ്രസന്ന, വിജയ് ബിജു, രുക്മിണി മോഹൻ, സ്മിത, മനോഹർ ജോൺ, സുലോചന അഖിൽ, ജയ അനിൽ, രമാപ്രസാദ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇതിനകത്ത് പേര് കമൻസ് ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവരെയും ഒന്നുപോലെ തന്നെയാണ്. എല്ലാവർക്കും ശാന്തി സമാധാനവും ഉണ്ടാകണം. ഇത് നന്നായി ഉള്ള അനുസരിച്ച് പഠിക്കുകയും വേണം. വായിച്ച് ഒത്തിരി വട്ടം വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അങ്ങനെ വായിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, ശരീരസുഖം അത്രയ്ക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെടുക്കുമ്പോഴേ ഒന്ന് വായിക്കാറുള്ളൂ. നമുക്ക് ആദ്യത്തെ സ്തുതിപ്പ് വായിച്ചിട്ട് തുടങ്ങാം. നമുക്ക് 21-ാമത്തെ കർക്കിടകം 21-ാമത്തെ ദിവസമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതതാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്കിന്ന് സീതാ ഹനുമൽ സംവാദമാണ്. കഴിഞ്ഞ ദിവസം ഈ രാവണൻ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് സീത അടുക്കലേക്ക് വന്ന് സീത ഭയന്ന് വിറച്ച് വേപധു ഗാത്രയായി. അങ്ങനെ ഒരുപാട് ഗുണദോഷങ്ങളൊക്കെ അയാൾ പറഞ്ഞേക്കുള്ള ഭാര്യയാകാൻ വേണ്ടി. അപ്പോൾ ഒരു പുല്ല് പിച്ച്, ഒരു തൃണ അത് പിച്ച് അവിടെ ദൂരോട്ടിട്ടിട്ട് കുറേ വാക്കുകൾ സീതാദേവി അയാളെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ദേഷ്യം കൂടി. എന്താ പറയുക, കയ്യിൽ വാളെടുത്ത് വെട്ടാനൊങ്ങിയപ്പോൾ മണ്ടോദരി അയാളെ വഴക്ക് പറഞ്ഞിട്ട് അയാൾ പോയി. ഈ അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞ് എങ്ങനെയും സീതയെ വശപ്പെടുത്തി അയാളുടെ ഭാര്യയാക്കാൻ വേണ്ടി അവർക്ക് ഉപദേശം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഭവനത്തിലേക്ക് പോയി. നമ്മൾ അതൊക്കെയാണ് വായിച്ചത്. നമുക്കിനി ഹനുമാൻ അവിടെ ചെന്ന കാര്യം, ഹനുമാൻ അവിടെ എത്തി, അത് നമുക്ക് വായിക്കാം. സീത എന്താ വിചാരിക്കുന്ന ഈ അയാൾ ഇംഗിതം നടത്തിയില്ലെങ്കിൽ അയാൾ 2 മാസത്തെ അവധിയാണ് പറഞ്ഞേക്കുന്നത്. അതിനകം വെച്ച് അയാളുടെ ഭാര്യ ആകണം. അതല്ലെങ്കിൽ പിന്നെ മാംസം ഭക്ഷിക്കുന്നവരായി ഈ രാക്ഷസന്മാർ കൊന്നു തിന്നുമല്ലോ എന്നുള്ള ഭയമൊക്കെ സീതയ്ക്കുണ്ട്. ഉഷസി നിശിചരികൾ ഇവരുടല് മമ ഭക്ഷിക്കും, ഉറ്റവരായിട്ട് ഒരുത്തരുമില്ലമേ. ആരും സഹായിപ്പാനില്ലല്ലോ. സീത ഇങ്ങനെ വിചാരിക്കുന്നു. മരണമിക വരുവതിനും ഒരു കഴിവ് കണ്ടില്ല, മാനവ വീരനും എന്നെ മറന്നിതു, ശ്രീരാമനും എന്നെ മറന്നല്ലോ. കളവനിഹ വിരവിനോട് ജീവനും അദ്യ ഞാൻ, കാകുൽസ്ഥനും കരുണാഹീനനത്രയും. ശ്രീരാമനാണ് കാകുൽസ്ഥൻ, കരുണയില്ലാതായി പോയല്ലോ, എന്നെ മറന്നല്ലോ. മനസ്സേ മുഹുരിവ പലത് ഓർത്ത് സന്താപേന മന്ദം എഴുന്നേറ്റ് നിന്നാകുലാൽ. ഉറങ്ങാതെന്ന് കരഞ്ഞും പറഞ്ഞും വിഷമിച്ച് നിൽക്കുവാണ് ഹനുമാൻ. ഇവിടെ ഇരിക്കുക ആ ശിംശപാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ ഒരു കീടം പോലെങ്ങാണ്ട് അവിടെ ഇരിപ്പുണ്ട്. തരളതര ഹൃദയമോട് ഭർത്താരം ഓർത്തോർത്ത്, ഭഗവാന് ശ്രീരാമനെ ഓർത്തോർത്ത് താണ് കിടന്നൊരു ശിംശപാ ശാഖയും
സഭയ പരവശ തരള ആലംബ്യ സഭയ പരവശ തരള ആലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. കണ്ണുനീരൊഴുകി കരഞ്ഞിരിക്കുവാണ് സീത. പവനസുതനിവ പലവും ആലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ഈ കരച്ചിലെല്ലാം കേട്ടപ്പോൾ ഹനുമാൻ എന്ത് ഈ പതുക്കെ വായു അശരീരി എങ്ങനെ അതുപോലെ പതുക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ സീത കേൾക്കാൻ വേണ്ടി പറയും. ആള് കാണിക്കാതെ ആളായിട്ട് നിൽക്കുമല്ല, ആള് ഒളിവിലിരിക്കുക, ഒരു കൃമി പോലെ പതുങ്ങി ഇരുന്നിട്ട് വാക്കുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ മന്ദം മന്ദം പറയുക സീത കേൾക്കാൻ. ജഗതം ജഗത ജഗതമലനയന രവി ഗോത്ര ദശരഥൻ, അതായത് അർക്കവംശത്തിൽ ദശരഥ രാജാവ്. ജഗതമല നയന രവി ഗോത്രയെ ദശരഥൻ. അത് ആര് പറഞ്ഞു? ഹനുമാൻ പറഞ്ഞു. ഈ ദശരഥ മഹാരാജനെ പറ്റി അവിടെ നിന്നേ തുടങ്ങുക. അത് പറഞ്ഞെങ്കിലല്ലേ സീതയ്ക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് അവിടെ നിന്നേ തുടങ്ങുക. ദശരഥൻ ജാതനായാൻ അവൻ തന്നുടെ പുത്രരായി, അദ്ദേഹത്തിന് 4 പുത്രരായി, രതി രമണ തുല്യരായി 4 പേരുണ്ട്. ഇത് രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. ഇതിങ്ങനെ പറയുമ്പോൾ സീതയ്ക്ക് ശ്രദ്ധ വരും. അയ്യോ ഇത് എൻ്റെ കാര്യമാണല്ലോ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ദശരഥ മഹാരാജാവിൻ്റെ ചുവട്. അവിടെ തൊട്ടേ അവർക്ക് 4 മക്കളുണ്ട്, അത് ഇന്നാരാണെന്നൊക്കെ പതുക്കെ പതുക്കെ പറഞ്ഞു. രജനി ചരകുല നിധന ഹേതു ഭൂതൻ പിതുരാജ്ഞയാ കാനനൻ തന്നിൽ വാണിടിനാൻ. പിതാവിൻ്റെ ആജ്ഞപ്രകാരം ഈ സീതയും ലക്ഷ്മണനും ശ്രീരാമനും വനത്തിൽ വന്നു കഴിയുന്നു. ജനക നൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭുവി വിരവോട് തിരഞ്ഞു നടക്കുമ്പോൾ വീണ് കിടക്കും ജടായുവിനെ കണ്ടു. ആ നടന്ന സംഭവങ്ങളെല്ലാം നമുക്കിതൊക്കെ അറിയാം, നമ്മൾ വായിച്ചതാ. അത് സീത കേൾക്കാൻ വേണ്ടി പതുക്കെ പറയുവാണ്. അന്നേരം ഈ പറയുന്ന ആള് പിന്നെ നേരിട്ട് ചെല്ലുമ്പോൾ പിന്നെ പേടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ ഈ കാര്യങ്ങളൊക്കെ പതുക്കെ പറയും. അശരീരി കേൾക്കുന്നത് പോലെ കേൾക്കുവാണ്. അങ്ങനെ തിരക്കി ചെന്നപ്പോൾ ആര് കിടക്കുന്ന ജടായുവിനെ ചിറകറ്റി കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് സീത കണ്ടല്ലോ. ശ്രീരാമൻ വന്ന് ഈ വിവരം പറഞ്ഞിട്ടേ മരിക്കാവൂ എന്ന് പറഞ്ഞിട്ടല്ലയോ ഈ രാവൺ രഥത്തിൽ കയറ്റിക്കൊണ്ട് പോയത്. അതുകൊണ്ട് വീണ് കിടക്കും ജടായുവിനെ കണ്ട് പരമഗതി പുനരവന് നൽകി അമ്മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും ഇതോ തഥാ. ഇതൊക്കെ കണ്ടിട്ട് അയാൾക്ക് പിന്നെ ഇത് ജടായുവിന് പരമഗതി മോക്ഷമൊക്കെ കൊടുത്ത് വീണ്ടും അവിടുന്ന് ശ്രീരാമനും ലക്ഷ്മണന്റെ വനത്തിലേക്ക് നടക്കുക. സീത തിരക്കി പോവുക. പർവ്വത പാർശ്വേ പർവ്വതത്തിൻ്റെ വശത്തൂടെ നടന്നു വിധവും തഥാ തരണി സുതനോട് സപതി സൗഖ്യവും ചെയ്തതു. തരണി സുതൻ വെച്ചാൽ എൻ്റെ പേരെന്താ? സുഗ്രീവൻ. തരണി സുതൻ സുഗ്രീവനെ കണ്ട് സഖ്യം ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം. സീതയെ കാണിച്ചു കൊടുക്കണമെന്ന് ശ്രീരാമനും ബാലിയെ വധിച്ച് രാജ്യം സുഗ്രീവന് കൊടുക്കണമെന്നും അങ്ങോട്ട് സഖ്യം ചെയ്ത് ഇതൊക്കെ പറയുക. തരണി സുതനോട് സപതി സഖ്യവും ചെയ്തതു. സത്വരം കൊന്നിതു ശക്രസുതനെയും. ശക്രസുതൻ ദേവേന്ദ്ര പുത്രനെ ഭാര്യയെ കൊല്ലുകയും ചെയ്തു. തരണി തനയനും അത് കവീന്ദ്രനായി വന്നിതു. തൽപ്രത്യുപകാരമാശ സുഗ്രീവനും കവിവരരെ വിരവിനോട് 4 ദിക്കെങ്കിലും കണ്ടു വരുവാൻ അയച്ചോരനന്തരം. അങ്ങനെ ഒരുപാട് കുരങ്ങന്മാരെ 4 ദിശയിലേക്കും അയച്ചു. പുനരവരിൽ ഒരുവനഹം അത്ര വന്നിടിനേൻ. അതിലൊരുവനാണ് അഹം, ഞാൻ. ഈ പറയുന്നത് ഞാൻ അതാണ് എന്ന് പറയുക. ആളിനെ കാണിക്കുന്നില്ല. ഇത്രയും കുരങ്ങന്മാരെ 4 ദിശയിലേക്കും സീത തിരക്കാൻ അയച്ചു സുഗ്രീവന്റെ ആജ്ഞപ്രകാരം. അതിൽ ഒരുവൻ അഹം, ഞാൻ ഇവിടെ വന്നു. അത് പുനരവരിൽ ഒരുവനഹം അത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. സമ്പാദിയുടെ വാക്കനുസരിച്ച് സമ്പാദിയ പറഞ്ഞത് ഇങ്ങനെ ലങ്കാപുരം ഇന്നടത്താണെന്നും അത് എനിക്ക് കാണാൻ പറ്റും, കഴുകന് കാണാം, സീത അവിടെ വസിക്കുന്നത്, ഇതെല്ലാം ഈ സമ്പാദി പറഞ്ഞതനുസരിച്ചാണ് ഹനുമാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധി ഒരു ശതക യോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടി കടന്നിടിനൻ. ഒരു യോജന വിസ്തൃതമുള്ള ഈ സമുദ്രത്തിൽ ഞാൻ കുതിച്ചു ചാടി കടന്ന് രജനി ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം. രാത്രിയിൽ അത്ര താത അനുഗ്രഹവശാൽ. അങ്ങനെ രാത്രി അല്ലയോ അവിടെ മൊത്തവും ലങ്കയിൽ ചെന്ന് രാവണന്റെ അവിടെ എല്ലാം ചെന്ന് എല്ലായിടവും തിരക്കി. സീത എവിടാന്ന് പറഞ്ഞ് എല്ലായിടവും തിരക്കിയിട്ട് രാത്രിയിൽ അത്ര താത അനുഗ്രഹവശ. താതനാരാ? കാറ്റ്, മാരുതൻ. ഈ ഹനുമാൻ മാരുതപുത്രനാ. വായുദേവൻ
സഹായിച്ചു. താത അനുഗ്രഹവശാൽ ഹനുമാനെ ആര് രക്ഷിച്ചു കാണിക്കാൻ? വായു തട്ടി തട്ടി പുഷ്പങ്ങളുടെ മണവുമായിട്ട് തട്ടി തട്ടി ഹനുമാനെ നടത്തി സീത അടുക്കലേക്ക് കൊണ്ടുപോയത് വായു ആണെന്നാണ്, അദ്ദേഹത്തിൻ്റെ പിതാവാണ് വായുദേവൻ. അതുകൊണ്ട് താത അനുഗ്രഹവശാൽ തരു നികരവന അരിയ ശിംശപാ വൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോട് കണ്ടു കൃതാർത്ഥനായിനഹ. അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ പിതാവ് അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ദേവിയുടെ അടുക്കലേക്ക് വന്നു. ഞാൻ കൃതാർത്ഥനായി, ഞാൻ ധന്യനായി, കണ്ടല്ലോ, സമാധാനമായി. കാമലാഭാൽ കൃതകൃത്യനായി ഇടിനീൻ, അതായത് ആഗ്രഹപൂർത്തിയ അദ്ദേഹത്തിൻ്റെ ശ്രീരാമ ഭഗവാന്റെ അത്രത്തോളം എന്തും സഹിച്ച് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നാണ് ആദ്യമേ ഭഗവാനോട് പറയുന്നത്. അപ്പം അത് സാധിച്ചല്ലോ, എൻ്റെ ആഗ്രഹം എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ, ഹനുമാന്റെ സന്തോഷം. ഭഗവത് അനുചരരിൽ അഹം അഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. ഭഗവാന്റെ അനുചരരിൽ അഹം, ഞാൻ അഗ്രേസരൻ, അത്രയ്ക്കും ഭഗവാന്റെ ഭക്തനാണ് ഹനുമാൻ. അത് എനിക്ക് തന്നെ മമ ഭാഗ്യമഹോ, എനിക്കും ഇതിൻ്റെ ഭാഗ്യം വന്നല്ലോ, ഇതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, നമോസ്തുതേ. പ്ലവക കുലവരൻ ഇതി പറഞ്ഞടങ്ങിടി ഞാൻ പിന്നെ ഇളകാതിരുന്നാരനക്ഷണം. ആരക്ഷണം അതിനുശേഷം മിണ്ടാതിരുന്നു. എന്താ കാരണം? ഇത് ശരിയോ തെറ്റെന്ന് സീതയ്ക്ക് അറിയാൻ വയ്യ. കാരണം ഈ രാവണൻ സന്യാസി വേഷമായിട്ട് കബളിപ്പിച്ചുകൊണ്ടാണല്ലോ, കപട സന്യാസിയാണല്ലോ വന്ന് സീതയെ കൊണ്ട് പോയത്. ഇതും ഈ കുരങ്ങനായിട്ട് ഇത് ഈ പറയുന്നതൊക്കെ എന്തെന്ന് അറിയാൻ പറ്റുന്ന ഭയം, ഇത് ശരിക്കും ശരിയാണോ ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് അല്പനേരം പിന്നെ ഇളകാതിരുന്ന അരക്ഷണം അങ്ങനെ ഇരുന്നിട്ട് കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിത് ആകാശമാർഗേ മനോഹരം. എന്തായത്? ഈ രഘുകുല വര ശ്രീരാമൻ്റെ അയോധ്യ തൊട്ട് ദശരഥൻ്റെ അവിടെ തൊട്ടാണ് പറയുന്നത്. ഇതൊക്കെ നല്ല മനോഹരമായിരിക്കുന്ന ഈ കേട്ടത് കീർത്തിച്ച ആകാശമാർഗം, ഇത് ആകാശത്ത് നിന്ന് വന്നതായിരിക്കും, എവിടുന്നാ വന്ന ഒരു പിടിയില്ല. അത് മനോഹരം പവൻ ഒരു കൃപയോട് പറഞ്ഞ് കേൾപ്പിക്കുക. അതായത് ഇനി ഇത് പവനന് കാറ്റാണോ, ഇത് എവിടുന്നെങ്കിലും വന്ന നാദമാണോ, കാറ്റ് വീശിക്കൊണ്ട് വന്നതാണോ, ഇവർക്ക് ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയാൻ വയ്യ. ഈ കാര്യം പറഞ്ഞാൽ ശരിയായ കാര്യമാണ്. ഇത് എങ്ങനെ ഇവിടെ എത്തി? ഈ സംസാരം അശരീരിയാണോ, കാറ്റാണോ? അത് പവന് ഒരു കൃപയോട് പറഞ്ഞ് കേൾപ്പിക്കുകയോ? പാപിയാം എന്നുടെ മാനസ ഭ്രാന്തിയ, അത് എൻ്റെ ഭ്രാന്താണോ, എൻ്റെ മനസ്സിളകി ഭ്രാന്തങ്ങളായതാണോ? സുശിരാം തരം ഒരു പൊഴുത് ഉറങ്ങാതെ ഞാനിക്ക സ്വപ്നമോ കാണുവാൻ അവകാശമില്ലല്ലോ. ഇത് സ്വപ്നം ആകാൻ വഴിയില്ല, കാരണം ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഉറക്കൊഴിഞ്ഞ് വിളക്കുന്നവരിങ്ങനെ ഇരിക്കുകയില്ലേ കരഞ്ഞും വിളിച്ചും. അപ്പം ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ സ്വപ്നം കാണും, അപ്പോൾ സ്വപ്നമാകാൻ വഴിയില്ല. എന്നാൽ ഇത് പവനൻ കാറ്റ് കൊണ്ടുവന്നതാണോ, അതോ എൻ്റെ ഭ്രാന്താണോ? സരസതര പതി ചരിത ആശു കർണാമൃതം സത്യമായ വനിതാവൂ മമ ദൈവമേ. അപ്പം ഇത് എന്തുവായാലും ഇത് സത്യമായി വരണമേ ഭഗവാനി എന്ന് സീത പറയുന്നത്. സത്യമായ വാക്കുകളാണല്ലോ കേട്ടത്. അപ്പോൾ ഈ കർണാമൃതം, ഈ ചെവിയിൽ കേട്ട ഈ അമൃതമാകുന്ന ഈ വാക്ക് സത്യമായി വരണമേ എന്ന് ഭഗവാനി എന്ന് അവർ പ്രാർത്ഥിച്ചു. ഒരു പുരുഷനത് മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരയണമേ. ഇതൊരു പുരുഷനാണ് പറഞ്ഞെങ്കിൽ എൻ്റെ മുമ്പിൽ ഇത് ഉത്തമനായ ഒരു പുരുഷൻ ആണെങ്കിൽ അത് എൻ്റെ മുമ്പിൽ കാണാൻ ഒക്കണമേ, എനിക്കതിനെ കാണാൻ പറ്റണമേ. ഈ വാക്ക് ശരിയായ വാക്കാണ്, അത് യഥാർത്ഥമായ വാക്കാണ്. അതൊരു പുരുഷനാണെങ്കിൽ അതൊരു ഉത്തമനായ എൻ്റെ മുമ്പിൽ വരണം, ഉത്തമനായിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ കപടം ഇപ്പം ഈ വാക്കും കൊണ്ട് രാവണം വന്നാൽ ശരിയാവൂ? അപ്പോൾ ഒരു ഉത്തമനായ ഒരു പുരുഷനായിരിക്കണമേ. ജനകനൃപ ദുഹിതൃ വചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ. ഇത്രയും പറഞ്ഞ ഒരു പുരുഷനാണ്, ഉത്തമനായ പുരുഷൻ എൻ്റെ മുമ്പിൽ വരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ഹനുമാൻ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ എന്തിനും വരാമല്ലോ, നേരെ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് പതുക്കെ പതുക്കെ ഈ എന്താ പേര്, ശിംശപ വൃക്ഷം, അതായത് അശോക വൃക്ഷമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി ജാതമോദം പറഞ്ഞു. വിനയമോട് അവന് മകൾ ചരണ നളിനാന്തികയെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. അതായത് ദേവിയുടെ വിനയത്തോടുകൂടി ഹനുമാൻ ദേവിയുടെ കാൽക്കൽ വന്ന് വീണ് നമസ്കരിച്ച് ഭക്തിപൂർവ്വം നമസ്കരിച്ച് തൊഴുത് അകലെ അവൻ ആശു നിന്നിടൻ നമസ്കരിച്ച് തൊഴുതിട്ട് എന്ത് ചെയ്തു ഹനുമാൻ? അല്പം പുറകോട്ട് മാറി നിന്നു. എത്ര ബഹുമാനവും വിനയമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ചെറുപ്പക്കാരങ്ങളാണെങ്കിലോ ഒരു സ്ത്രീയുടെ അടുക്കളോട് ചെന്നാലും അവിടെ മുഖത്തോട് മുഖം ചേർന്ന് ഒട്ടി അങ്ങ് നിൽക്കാനാ. അത് ഉത്തമനായ പുരുഷനാവണമെന്ന് ദേവി പ്രാർത്ഥിച്ചെന്താ? ഇതാണ് ഉത്തമം. നമ്മൾ ഇത് പുരുഷന്മാരും വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സ്ത്രീ എങ്ങനെ നിൽക്കണം ഒരു പുരുഷൻ എടുക്കലെന്ന് നമ്മളെല്ലാവരും പഠിക്കണം. ഇപ്പം സീതാദേവി അമ്മയാണ്, ഹനുമാൻ്റെ അമ്മ തന്നെയാണ്, ദേവിയാണ്. പക്ഷെ എന്നിട്ടും
അല്പം മാറി പുറകോട്ട് മാറി നിൽക്കുക ചെയ്യുക. അപ്പോൾ എത്രമാത്രം ബഹുമാനവും എന്താ പറയുക ആദരവും ഭക്തിയും എല്ലാം ആ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അതാണ് മനുഷ്യത്വം, ഒരു ഉത്തമനായ പുരുഷന്റെ ലക്ഷണം. അപ്പോൾ തൊഴുത് ചെറുത് അകലെ അവൻ ആശ നിന്ന് അല്പം പുറകോട്ട് മാറി നിന്ന് പാദത്തിൽ വേണ്ടി നമസ്കരിച്ചിട്ട് തുഷ്ടിയാ കല പിങ്കല തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന് വരികയോ. അതായത് ഈ നിശിചരൻ, ഈ രാക്ഷസൻ വലിയ മുഖവേഷമായി ഈ കുരങ്ങൻ്റെ വേഷം പിടിച്ച് എന്നെ മോഹിപ്പാൻ വേണ്ടി വന്നതാണോ? അവൻ കള്ളസന്യാസിയായിട്ട് വന്നാണല്ലോ സീതയെ തട്ടിക്കൊണ്ട് പോരുന്നത്. അവൻ രാവണ വേഷത്തിലല്ലല്ലോ ചെന്ന്. അതുപോലെ ഇനി കുരങ്ങൻ്റെ വേഷത്തിൽ എന്നെ ഇനി പറ്റിക്കാൻ വേണ്ടി ഇവൻ കുസൃതി കാണിക്കുന്നതാണോ എന്ന് സീത വിചാരിക്കുന്നു. ശിവശിവ കിമിതി കരുതി മിഥിലാ നൃപപുത്രിയും ചേതസി ഭീതി കലർന്ന് വരുവിന്. അപ്പം മിഥിലാ നൃപപുത്രി ജനക മഹാരാജന് ഈ പുത്രി ശിവശിവ ഇത് അങ്ങനെ ആണോ? ഒറ്റയ്ക്കല്ലേ കുട്ടി, അപ്പം ഭയന്നു പോകത്തില്ലേ? ഇതെന്താണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഈ രാവണൻ്റെ കുസൃതി വല്ലതും ആണോ? കുസൃതി ദശമുഖനെ പെരുതെന്ന് നിരൂപിച്ച് അവൻ്റെ അഹങ്കാരം പെരുതാണ് ഈ കുസൃതി, പിന്നെ മായ. അങ്ങനല്ലയോ താടിയും മുടിയും വളർത്തി സന്യാസ വേഷത്തിൽ വന്ന് സീതയെ കൊണ്ടിഞ്ഞ് പോരുന്നത്. അതുകൊണ്ട് കുസൃതി ദശമുഖനെ പെരുതെന്ന് നിരൂപിച്ച് കുമ്പിട്ടിരുന്നത് കണ്ടു കവീന്ദ്രൻ. അങ്ങനെ അവരെന്ത് സീതാദേവി ഈ കവിയെ കാണണ്ട ആരെങ്കിലും പുരുഷന്മാരായാലും അവിടെ നിപ്പോണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ വേല വല്ലതും ആണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് ഇത് കേട്ടിട്ട് ഉത്തമനായൊരു പുരുഷനാണ് എൻ്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് പെട്ടെന്ന് ഇനി ഇവൻ്റെ മായ വല്ലതും ആണോ ഈ ദുഷ്ടൻ്റെ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് കുമ്പിട്ടങ്ങിരുന്ന്. അത് ആര് കണ്ടു? കവീന്ദ്രൻ കണ്ടു, ഈ ഹനുമാൻ കണ്ടു. ശരണമിക ചരണ സരസജ അഖില നായികയെ ശങ്കിക്ക വേണ്ട, കുറഞ്ഞൊന്നും എന്നെ നീ അല്പം പോലും എന്നെ സംശയിക്കണ്ട എന്ന് അമ്മ ദേവിയെടുത്ത് പറഞ്ഞു. ശരണമിക ചരണ സരസജ അഖില നായികയെ ശങ്കിക്ക വേണ്ട, സംശയിക്കണ്ട, കുറഞ്ഞൊട്ടും സംശയിക്കണ്ട എന്നെ എന്ന് ഹനുമാൻ പറഞ്ഞു. തവ സജീവൻ അഹമിക തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ. ഞാൻ കോസലാധിപനായ രാമൻ്റെ ദാസനാണ്. എന്നെ ദേവി അങ്ങ് ഒട്ടും സംശയിക്കണ്ട. സുമുഖി കപികുല തിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽ പ്രാണനന്ദനാണ് ഞാൻ. ജഗൽ ജഗത്തിനെല്ലാം പ്രാണൻ കൊടുക്കുന്നത് എന്താ? മാരുതൻ, കാറ്റ്, വായുവാണ് നമ്മളെ ശ്വസിക്കുന്നത്. അപ്പം മാരുതൻ്റെ പുത്രനാണ്, നന്ദനാണ് ഞാൻ. സൂര്യാത്മജനായ സുഗ്രീവ ഭൃത്യനാണ്, സുഗ്രീവൻ്റെ ഭൃത്യനാണ് ഞാൻ. ജഗത്തിൻ്റെ പ്രാണനന്ദനാണ്. ജഗത്തിന് നമ്മളെല്ലാവരും ശ്വസിക്കുന്ന ആ പ്രാണനാണ്, അതിൻ്റെ മകനാണ് ഞാൻ. അത് വായുപുത്രൻ. അതുകൊണ്ട് കപടം ഒരുവരോടും ഒരു പൊഴുതും അറിയുന്നില്ല. ഞാൻ ഒരു കപടവും ഒരുവരോടും ഒരു പൊഴുതും അറിയുന്നില്ല. കർമ്മണ വാച മനസാവി മാതാവേ, അമ്മേ മാതാവേ, ഞാൻ മനസ്സാ വാച കർമ്മണ ഒരു കപടവും ചെയ്യില്ല, എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. പവനസുത മധുരതര വചനമത് കേട്ടുടൻ പത്മാലയ ദേവി ചോദിച്ചത്, ആദരാൽ ചോദിച്ചു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നല്ല മധുരമായില്ലേ പറഞ്ഞ്. പവനസുത മധുരതരം വചനമത്, നല്ല വചനം മധുരകരമായി പറഞ്ഞു ഈ പവനൻ, അതായത് ഈ ഹനുമാൻ. അത് കേട്ടപ്പോൾ പത്മാലയ ദേവി ചോദിച്ചു, ആദരാൽ ദേവി ചോദിക്കുന്നു. മൃദുസ്ഫുടവർണ്ണവാക്യം തെളിഞ്ഞ് ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലം. ഇങ്ങനെ വളച്ചൊടിക്കാത്ത സത്യവും മൃദുവും വ്യക്തവുമായ വാക്കുകൾ പറയുന്നവർ ഇവിടെ കുറവാണ്. ഇങ്ങനെ ആരും ഇത്രയും മാത്രം നേരേവോ എന്നും സത്യസന്ധമായും ദൃഢമായും ഇങ്ങനെ പറയുന്നൊരു ചുരുക്കമാണ് എന്ന് ദേവി ഹനുമാനോട് പറഞ്ഞു. സതയമിക വധ മനുജ വാനര ജാതികൾ തങ്ങൾ സംഗതി സംഭവിച്ചിടുവാൻ കലിത രുചി ഗഹനഭൂമി കാരണമെന്തടോ. അതായത് ഇവിടെ മനുഷ്യരും വാനരനും ഇങ്ങനെ തങ്ങൾ ഇങ്ങനെ സംഗതി വരുവാൻ. ശ്രീരാമദേവനും ലക്ഷ്മണനും മനുഷ്യാകൃതിയാണ്. ഇന്ന് ഈ സുഗ്രീവനും ബാലിയും ഹനുമാനൊക്കെ കുരങ്ങന്മാരാണ്. ഇവരിങ്ങനെ ചേർന്ന് സംഘം ആവാൻ എന്താ കാരണം? കാരുണ്യവാരതേ കവി കുഞ്ചര, എന്താ ഹനുമാനെ ഇങ്ങനെ ഈ വനത്തിലെ മൃഗങ്ങളായ ഈ വനകുരങ്ങന്മാരും മനുഷ്യരായിട്ട് ഇങ്ങനെ സംഗതി ചേർച്ച. തിരുമനസി ഭവതി പെരുകെ പ്രേമമുണ്ട് എന്നത് എന്നോട് ചെന്നതിന് മൂലവും ചൊല്ലു നീ. ശരി. എന്നിട്ട് ഭഗവാൻ ശ്രീരാമൻ്റെ ഉള്ളിൽ മനസ്സിൽ പെരുകെ പ്രേമമുണ്ടെന്ന് എന്നോട് ചൊന്നതിൻ്റെ മൂലം നേരത്തെ ഹനുമാൻ പറഞ്ഞല്ലോ. സീത അടുത്ത് അത്രമാത്രം ഭഗവാന്
തിരക്കിലിടം പോകുമ്പോൾ അത്രമാത്രം വിഷമിച്ചും കരഞ്ഞും പോയത് അറിയാം. അതുകൊണ്ട് പെരികെ പ്രേമമുണ്ട് ദേവിയെടുത്ത്. കാരണം ദേവി കൂടെ കരഞ്ഞു പറയുന്നു, എന്നെ മറന്നുപോയി. ഇതൊക്കെ പറയുമ്പം പിന്നെ എന്ത് പറയാനാ? അത് അവിടെ എവിടാ ദേവി ഇരിക്കുന്ന അറിയാത്തോണ്ടല്ലേ ശ്രീരാമൻ വരാത്തത്. അതുകൊണ്ട് പെരികെ പ്രേമമുണ്ടെന്ന് എന്നോട് ചൊന്നതിൻ്റെ മൂലം കാരണം പറയണം. ശൃണുസുമുഖി നിഖില അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമല. ഇത് ശൃണുസുമുഖി, ഇത് മനസ്സിലാക്കൂ, കേൾക്കൂ. നിഖിലം അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ്, അതെല്ലാം സത്യമാണ്. ദേവിയെടുത്ത് അത്രമാത്രം പ്രേമമാണ്. ഭവതി പതി വചന അവലംബ്യ രണ്ടംഗമായ ആശങ്കലും ആശ്രമത്തിങ്കലും. അതായത് രണ്ട് ശരീരമാണെങ്കിലും എപ്പോഴും ആശ്രയമാണ്, ആശങ്ക എല്ലാ ആശ്രമത്തിലെല്ലാം ഒന്നായി തന്നെ അല്ലേ. അത് പൊഴുതിലൊരു കനകമൃഗം ആലോക്യ. അതായത് ആശ്രമത്തിൽ പർണശാലയിൽ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, പൊന്മാനെ കണ്ട് മാനിന് പിന്നെ നടന്നു രഘുപതി. മാനിന് നേരെ നടക്കാൻ പറഞ്ഞു വിട്ടതാരാ? സീതാദേവി അല്ലയോ. നല്ല മാന, നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞു വിട്ടപ്പോൾ അത്ര സ്നേഹത്തോടുകൂടി തന്നെ അതിനെ പിടിക്കാൻ പോയി. മരുവിനത് പൊഴുതിൽ ഒരു കനകമൃഗം ആലോക്യ മാനിനും പിന്നെ നടന്നു രഘുപതി. നിശിതതര വിശിഖ ഗണശാപവുമായി ചെന്ന് നീചനാ മാരിജനെ കൊന്നു രാഘവൻ. അമ്പുമില്ലുമാട്ടി നിന്ന് പിടികിട്ടാത്തോണ്ട് അതിനെ കൊന്നു. ഉടലും ഉലയ മുഹുരുടജഭൂമി വന്നപോത് ഉണ്ടായ വൃത്താന്തമോ പറയാവത്. ഇത്രയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്താ, സീത അവിടെ ഇല്ല. അപ്പോൾ ആ വൃത്താന്തം പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് സ്നേഹലായിട്ടാണോ? അതുകൊണ്ട് ഉടൻ അവിടെ അടവിയിൽ നോക്കി. അപ്പം അന്തരം എന്തോന്ന് കാണാതിപ്പോൾ അവിടെ എവിടെയൊക്കെ നോക്കുക, സീതയെ എന്നും പറഞ്ഞപ്പോൾ ഉടൻ അവിടെ അടവിയിൽ നോക്കിയും ഒട്ട് കരഞ്ഞും തിരഞ്ഞുഴലും വിധം. അങ്ങനെ കരഞ്ഞും ഉഴന്നും നടക്കുന്നത് കണ്ടതല്ലേ ഇതെല്ലാം പറഞ്ഞു കേട്ട് ഹനുമാൻ. അതുകൊണ്ട് ഗഗനഭുവി ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജഡായുവിനെ കണ്ട് പോയി നോക്കി വനത്തിലെല്ലാം പോയപ്പോൾ ആര് കിടക്കുന്നു? ജഡായുവിനെ കണ്ട് ചിറകറ്റ് കിടക്കുന്നു. അവനും അഥവാ ചരിതം അഖിലം അറിയിച്ചളവ് ആശ കൊടുത്തത് മുക്തി പക്ഷീന്ദ്രനും. അങ്ങനെ സീതയെ തെക്കോട്ട് ആണ് കൊണ്ടുപോയെന്നെല്ലാം ജഡായു പറഞ്ഞിട്ടല്ലേ മരിക്കാവുള്ള സീത പറഞ്ഞിട്ടാ പോയത്. അതെല്ലാ വിവരങ്ങളും ശ്രീരാമനെ അറിയിച്ചിട്ട് ആ പക്ഷിക്ക് മോക്ഷവും കൊടുത്തിട്ടാണ് അവിടുന്ന് ശ്രീരാമൻ വീണ്ടും സീത തിരക്കി വനത്തിലേക്ക് പോകുന്നത്. അവനും അഥവാ ചരിതം അഖിലം അറിയിച്ച് അളവ് ആശ കൊടുത്തത് മുക്തി പക്ഷേന്ദ്രനും മുക്തി കൊടുത്തു, മോക്ഷം കൊടുത്തു. പുനരടവികളിൽ അവരജേന, അതായത് ശ്രീരാമനും ലക്ഷ്മണനും, അവരജൻ ലക്ഷ്മണൻ അനുജൻ. അതുകൊണ്ട് പുനരടവികൾ. അതിനുശേഷം വനത്തിൽ എങ്ങനെയാ, വനത്തിൽ പുനരടവികളിൽ അവരജേന എന്ന് വെച്ചാൽ ഈ ശ്രീരാമൻ്റെ അനുജൻ ലക്ഷ്മണനും കൂടെ സാഗം ദ്രുതം പുക്ക് തിരഞ്ഞ് കബന്ധ ഗതി നൽകി. തിരഞ്ഞ് വനത്തിലെല്ലാം പോയപ്പോൾ കബന്ധന് മോക്ഷം കൊടുത്തു. പിന്നെയോ ശബരിമരുവിന് മുനിവരെ ആശ്രമയെ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തു. ശബരിക്കും മോക്ഷം കൊടുത്തു കേട്ടോ. അഥ ശബരി വിമല വചനേന പോന്ന് ഋഷ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും. ഇതു അങ്ങനെ ശബരിയ പറഞ്ഞത് മുമ്പോട്ട് നടക്കുമ്പോൾ സീതയെ അന്വേഷിക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. അതൊക്കെ ശബരി പറഞ്ഞു കൊടുത്ത അനുസരിച്ചാണ് ഋഷ്യമുഖാചല പാർശ്വത്തിൽ അവർ വന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് തപനസുതന് ഇരുവരെയും അഴകിനോട് കണ്ട് അത് താല്പര്യം ഉൾക്കൊണ്ട് അയച്ചു തന്നെ അതായത് അവർ ഋഷ്യമുഖ അചലത്തിൻ്റെ പാർശ്വത്തിൽ വന്നപ്പോൾ സുഗ്രീവൻ കണ്ട് ഇവരെ. അപ്പോൾ സുഗ്രീവൻ വിചാരിച്ചു ഇത് ബാലി മനഃപൂർവ്വം ആര്യെ വിട്ടതാണ് സുഗ്രീവനെ കൊല്ലാൻ. അതുകൊണ്ട് ഹനുമാനെ പെട്ടെന്ന് വേഷം മാറി ബ്രാഹ്മണ വേഷം കെട്ടി ഇവരുടെ വേഷം എന്താ, മുനിമാരുടെ വേഷമുള്ള ശ്രീരാമന്. അതുകൊണ്ട് ഹനുമാന്റെ വേഷം മാറി, കുരങ്ങൻ്റെ വേഷം മാറ്റി ഒരു ബ്രാഹ്മണ വേഷം എടുത്ത് അവരുടെയൊക്കെ ചെന്നിട്ട് എന്താ അവിടെ ഇംഗിതം, അവരെന്തിനു വന്നു, എന്താ ആരാ എന്നെ കൊല്ലാനെണ്ണം വന്നതെന്ന് അറിയാൻ പറഞ്ഞു വിട്ടു. അതാണ് ഇവിടെ തപനസുതൻ ഇരുവരെയും അഴകിനോട് കണ്ട്. അത് തപനസുതൻ വെച്ചാൽ സുഗ്രീവൻ. തപനം സൂര്യനാണ്, ചൂട്. സുതൻ ആരാ? സുഗ്രീവൻ. തപനസുതൻ എന്ന് പറയുമ്പോൾ ചിന്തിച്ചോണം, ഇത് സൂര്യൻ്റെ പുത്രൻ, പേരെന്ത്? സുഗ്രീവൻ ഇരുവരെയും, അതായത് ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ട് അഴകിനോട് കണ്ട് അത് താല്പര്യം ഉൾക്കൊണ്ട് അയച്ചത് എന്നെ അവിടേക്ക് അയച്ചു. രവി കുലോത്ഭവന്മാരുടെ സന്നിധവും, അതായത് രവി കുലോത്ഭവ അർക്കകുലത്തിൽപ്പെട്ട ശ്രീരാമ ലക്ഷ്മണന്റെ അടുക്കലേക്ക് എന്നെ വിട്ടു. ബ്രഹ്മചാരി വേഷം ആലംബിച്ചെന്ന്, ഞാൻ ബ്രഹ്മചാരിയുടെ വേഷത്തിലാണ് ചെന്നത്. നൃപതി കുലവര ഹൃദയം അഖിലവും അറിഞ്ഞ് അത് നിർമ്മലന്മാരെ ചുമലിലെടുത്ത് അപ്പോൾ അവർ നിർമ്മലന്മാരാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് വന്നു? ഹനുമാന്റെ തോളിൽ കയറ്റി ഋഷമുഖാസന മുകളിലേക്ക് കൊണ്ടുപോയി സുഗ്രീവന്റെ അടുക്കലേക്ക്. തരണിസുതൻ ഇകടഭൂമി കൊണ്ട് ചെന്നിടിനേൻ. അതായത് തരണിസുതൻ ആരാ? അതും
ഇതാ ആരാണ് തരണിസുതൻ, ഈ സുഗ്രീവനാണ്. അതിനടുക്കലേക്ക് ഇവരെ കൊണ്ടു ചെന്നു. സഖ്യം പരസ്പരം ചെയ്യിച്ചത് ആശു ഞാൻ, ഇരുകൂട്ടരെ സഖ്യം ചെയ്യിപ്പിച്ചു, ഇരുകൂട്ടർക്കും സഹായം ചെയ്യാമെന്ന്. ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ട്, അത് അഗ്നി സാക്ഷിയായി, ദഹൻ അഗ്നി സാക്ഷിയായി സീതയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ സുഗ്രീവനും, ബാലിയെ വധിച്ച് രാജ്യാഭിഷേകം ചെയ്ത് കൊടുക്കാൻ സുഗ്രീവൻ തിരിച്ചും ചെയ്യുക. അങ്ങനെ സഖ്യം ചെയ്യിച്ച് ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡം ഇരുവർക്കും ആശു തീർത്തിടുവാൻ, അവരുടെ വിഷമങ്ങൾ തീർക്കാൻ സഖ്യം ചെയ്യും. തരണസുത ഗൃഹിണിയെ ബലാൽ അടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ. തരണസുത ഗൃഹിണിയെ ആരാ? തരണസുത ഗൃഹിണി രൂമ, തരണിസുതൻ സുഗ്രീവൻ. ഗൃഹിണി ആരാ? ഭാര്യ. ആരാ ഭാര്യ? രൂമ. താര ബാലയുടെ ഭാര്യയാണ്. അപ്പം ഈ ബാലി ഈ രൂമയെ അങ്ങ് കൈക്കലാക്കി ബലാൽ അടക്കി. സുഗ്രീവനെ അടിച്ചോടിച്ചിട്ട് ഭാര്യയെ അവൻ അടക്കി പിടിച്ചു. ആരാ? ജ്യേഷ്ഠൻ ബാലി. എന്നിട്ട് താരാപതിയെ വധിച്ചു രഘു. താരാപതി ആരാ? ഈ ബാലിയ. താരയുടെ യഥാർത്ഥ താരയുടെ ഭർത്താവാണ് ബാലി. പക്ഷേ സുഗ്രീവന്റെ ഭാര്യയെ കൂടെ അടക്കി പിടിച്ചു ബാലി. അതുകൊണ്ട് രഘുവരൻ ദിവസകര തനയന് കൊടുത്തത് രാജ്യവും ദേവിയെ ആരാഞ്ഞു കാണുവാൻ കവീന്ദ്രനും. ദിവസകര തനയനുസരിച്ച് ആരാ? അതും സുഗ്രീവനെയാണ് ആ പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ വാക്കുകൾ. ദിവസം വെച്ചാൽ ദിനം, ദിനകരൻ ആരാ? സൂര്യൻ. അപ്പൊ ദിവസകര തനയനാരാ? മകൻ. അപ്പൊ അതും സൂര്യപുത്രനായ സുഗ്രീവനെയാണ് ആ പറയുന്നത്. ഇത് ഒരുപാട് രീതിയിൽ അത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിച്ച് അത് മനസ്സിലാക്കണം. എനിക്ക് കഴിഞ്ഞ വർഷം ഇത് എൻ്റെ ചെവിയിലോട്ട് ഞാൻ എത്ര വട്ടം നോക്കുന്നില്ല, ഇത് പിന്നെ എനിക്ക് മാറിപ്പോവും. ഞാൻ ഒരു വട്ടം ഇത് ആരാ ഇങ്ങനെ എൻ്റെ ഊപ്പാട് വന്ന അന്ന്. ഇന്ന് അത്രയ്ക്കും കുഴപ്പമില്ല. ആദ്യമായിട്ടല്ലേ കഴിഞ്ഞ വർഷമൊക്കെ എടുക്കുന്നത്. എനിക്ക് ഞാൻ കണ്ടിട്ട് പോലില്ലാത്തൊരു പുസ്തകമാണ്. അപ്പം എന്ത് പാടാനെന്നറിയാവോ? ഇത് നിർമ്മലപത്രം പറയുന്നത് പാടുള്ള സ്ഥലമാണ് ഈ ഭാഗമെന്ന്. ദിവസകര തനയന് കൊടുത്തത് രാജ്യവും ദേവിയെ ആരാഞ്ഞു കാണുവാൻ കവീന്ദ്രനും പ്ലവകകുല പരിവൃഢരെ 4 ദിക്കെങ്കിലും പ്രത്യേകം ഐക്യലക്ഷം നിയോഗിച്ച 1,00,000 കവിവരന്മാരെ നാനാ ദിശയിലേക്കും അയച്ചു. എന്തിനാ? സീതയെ കണ്ടുപിടിക്കാൻ. അത് പൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ച് അങ്കുലിയും മമ കയ്യിൽ നൽകിടിനാൻ. എന്നോടുള്ള അത് രഘുപതി ശ്രീരാമൻ എന്നെ വിളിച്ചു. ഈ കുരങ്ങന്മാരെല്ലാം നാനാ ദിശയിലേക്കും പോയ സമയത്ത് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീരാമൻ ഹനുമാനെ അരികിൽ വിളിച്ചിട്ട് അങ്കുലിയം, ശ്രീരാമൻ്റെ നാമം കൊത്തിയ, രാമൻ എന്ന് കൊത്തിയ അങ്കുലിയം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമ അക്ഷരാന്വിതം. പിന്നെയും നാമാക്ഷരം ഭഗവാന്റെ പേര് കൊത്തിയ ഈ അങ്കുലിയം, ഈ മോതിരം ജനക നൃപതി, അത് ജനക മഹാരാജന്റെ പുത്രിക്ക് കയ്യിൽ കൊടുക്ക എന്ന് ആരെ ഏൽപ്പിച്ചു? ഇത്രയും ലക്ഷം കുരങ്ങന്മാരുണ്ടായിട്ട് ആരെ? അങ്കദനും ഒക്കെ ഉണ്ട്. അങ്കദ ബാലയുടെ മകനൊക്കെ ഉണ്ട്, ജാമ്പവാനുണ്ട്. എന്നിട്ട് കൊടുത്തത് ആരുടെ കയ്യില? ഹനുമാന്റെ കയ്യില. ഇത് സീതടുത്ത് പറയുക. പിന്നെയും അത് എന്നോട് നാമാക്ഷരൻ ഇത് ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ, ഹനുമാനെ നീ അവിടെ കൊടുക്കൂ എന്നോടെ. അത് ശ്രീരാമന്റെ നാമ അക്ഷരാന്വിതം. പിന്നെയും സപതിതവ മനസ്സിൽ ഒരു വിശ്വാസസിദ്ധയെ സാദരം ചൊന്നാൻ അടയാള വാക്യവും, ഒരു അടയാളത്തിനൊരു വാക്യവും, എന്തോ ഒരു വാക്ക് അറിയപ്പെടുന്ന, പറയുമ്പം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു രഹസ്യ വാക്ക് കൂടെ ഭഗവാൻ ഈ ഹനുമാന്റെ പറഞ്ഞു വിട്ടു. ഇന്നത് പറയണമെന്ന്. അത് ഭവതി കരതളിൽ ഇനി വിരവിൽ നൽകവൻ ആലോക ആനന്ദപൂർവകം. ഇത് മധുരതരം അനിലതനും ഉര ചെയ്തിട്ടുണ്ട്. അനിലതന ആരാ? അനിലൻ, കാറ്റ്, വായു. അതിൻ്റെ തനയനാരാ? ഹനുമാൻ. അപ്പോൾ ഇത് മധുരതരം അനിലതനും ഉര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകി. ഇതെല്ലാം നന്നായി പറഞ്ഞുകൊണ്ട് ദേവിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് ദൂരോട്ട് മാറി നിൽക്കുകയാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ഈ അങ്കുലിയം എടുത്ത് ദേവിയുടെ കയ്യിൽ കൊടുത്തു. പുനരധിക വിനയമോട് തൊഴുത് ആദരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടാൻ. പുനരധിക വിനയമോട് അപ്പം നേരത്തെയും പിന്നോട്ട് മാറി പാദത്തിലോട്ട് നമസ്കരിച്ചിട്ടും ഹനുമാൻ അല്പം പിറകെ മാറി നിന്ന് ഇപ്പോഴും ദേവിയുടെ കയ്യിൽ അങ്കുലിയം കൊണ്ടിട്ട് എന്ത് ചെയ്ത്? തൊഴുത് ആദരാൽ പിന്നോക്കിൽ, കുറച്ച് പിന്നോട്ട് വാങ്ങി വണങ്ങി നിന്നിടാൻ, കുറച്ച് അകലേക്ക് മാറുന്നത്. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട വാക്ക്. ഹനുമാൻ ഈ ചെയ്തതൊക്കെ എനിക്ക് ഏറ്റവും പ്രിയം. അതെനിക്ക് അത്രമാത്രം രോമാഞ്ചം കൊള്ളിക്കുന്ന കാര്യമാണ്. ദേവിയെടുത്ത് പാദത്തിൽ നമസ്കരിച്ചിട്ട് അല്പം പിന്നോട്ട് മാറുന്നു. ബഹുമാനവും ആദരവും ഭക്തിയും എല്ലാം ആയിട്ട് പിറകോട്ട്. ചിലർ സ്ത്രീയുടെ അടുക്കത്തന്നെ അങ്ങ് നിൽക്കും. അതാണ് ദേവി തന്നെ പറയലേ, ഈ വാക്ക് ഒരു പുരുഷൻ, ഉത്തമനായ ഒരു പുരുഷൻ എൻ്റെ അടുക്കലേക്ക് വരണമേ
എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താ, ഇതെല്ലാം നമുക്ക് പഠിക്കണം. ഇതെല്ലാം ദൈവാനുഗ്രഹം വരുന്ന വാക്കുകളാണ്. ഇപ്പോഴും ആ കയ്യിൽ കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഹനുമാൻ? അല്പം പിന്നോട്ട് മാറി നിന്ന്. മിഥില നൃപ സുതയും അത് കണ്ട് അതിപ്രീതയായി. അപ്പം മിഥില നൃപ സുത എന്ത് കണ്ടു? ഈ മോതിരമൊക്കെ കൊടുത്ത് ഇതൊക്കെ ഈ വണക്കവും ഇതൊക്കെ കണ്ട് പ്രീതയായി മേന്മേൽ ഒഴുകും ആനന്ദ ബാഷ്പാകുല. ശരീരത്തോടെ ഇങ്ങനെ ഒഴുകുക കണ്ണുനീര്. ഭഗവാൻ കയ്യിൽ ഈ മോതിരം കൊടുത്ത് വിട്ടപ്പോൾ ഹനുമാൻ ഇത് കൊണ്ട് കൊടുക്കുകയും അത്രമാത്രം സ്നേഹമാണെന്ന്, അത്രമാത്രം പ്രേമമാണെന്ന് പറയുന്ന അടയാളങ്ങളല്ലേ ഈ കൊടുക്കുന്നതൊക്കെ. എങ്ങനെ മനസ്സിലായി എന്നോട് ഇത്രയും പ്രേമമാണെന്ന്? ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കിക്കൂടെ? തിരക്കി പോകാനും ഈ അങ്കുലിയം കൊടുത്തുവിടാനും ഇതൊക്കെ പറഞ്ഞപ്പം സന്തോഷം ആനന്ദ കണ്ണീരൊക്കെ വന്നു. രണമിവ നിജ ശിരസി കനിവിനോട് ചേർത്തിതു രാമനാമ അങ്കിതം അങ്കുലിയം മുത. ഇത് ശിരസിൽ വെച്ച് കനിവോട് ചേർത്ത് പിടിച്ചു സീത ഈ മോതിരം. പ്ലവകുല പരിവൃഢ മഹാമതിമാൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരി ദൃഢം ഭഗവതി പരമാത്മനി ശ്രീനിധു രാഘവേ ഭക്തൻ അതീവ വിശ്വാസൻ ദയാപരൻ. ഭഗവാൻ അത്രത്തോളം ഭക്തനാണ്, വിശ്വാസമാണ്, ദയാപരൻ. ഈ ഹനുമാനെ അത്രത്തോളം വിശ്വാസമാണെന്ന് ദേവിക്ക് അത്ര മനസ്സിലായി. എന്താണ് കാരണം? പല ഗുണവും ഉടയവരൊഴികെ മറ്റാരെയും ഭർത്താവ് അയക്കുകയുമില്ല മത്സന്നിധു. എൻ്റെ അടുക്കലേക്ക് പല ഗുണവും ഉടയവരെ ഒഴികെ, അത്രത്തോളം നല്ല വിശ്വാസമുള്ള ഉടയവരല്ലാത്തവരാരെയും ദൈവ അടുക്കലേക്ക് ശ്രീരാമൻ വിടത്തില്ല. അത്രമാത്രമാണ് ഹനുമാനെന്ന് ദേവിക്ക് മനസ്സിലായി. അല്ലാതെ വിടത്തില്ല. പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവ് അയക്കുമില്ല മത്സന്നിധു എൻ്റെ അടുക്കലേക്ക്. മമ സുഖവും അനുദിനം ഇരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. എൻ്റെ ഇവിടെ കഴിയുന്ന കഷ്ടപ്പാടും സുഖ ദുഃഖങ്ങളൊക്കെ അങ്ങ് കണ്ടല്ലോ, ഭവാൻ കണ്ടല്ലോ ഹനുമാൻ. കാരണം ദുഃഖ ദുരിത കണ്ണുനീരും ഒഴിച്ച് രാമരാമേതും ജപിച്ച് മലിന വസ്ത്രങ്ങളൊക്കെ കഴുകാ. ആരുടെയും വസ്ത്രങ്ങൾ ദേവി ഉടുക്കൂ? ദേവിയുടെ വസ്ത്രം മാത്രം അത് മുറിത്തിങ്ങനെ വിശന്നും ദാഹിച്ചും വലഞ്ഞും ആഹാരം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്രകാരം പരിതാപം, എൻ്റെ പരിതാപമൊക്കെ ഉണ്ടല്ലോ ഹനുമാനെ. കമലതല നയനകതളിരിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്കുക. നീ ഈ കാര്യങ്ങളെല്ലാം കാരുണ്യമുണ്ടാം, എൻ്റെ ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറയണം. ശ്രീരാമനോട് വെക്കം തന്നെ പറഞ്ഞിട്ട് രജനിചര വരൻ അശനമാക്കും എന്നെ കൊണ്ട്. അശനം അതായത് രജനിചരച്ച ഈ രാക്ഷസൻ രാവണൻ എന്തു പറയാ, രജനിചര വരൻ അശനമാക്കും എന്ന് വെച്ചാൽ ആഹാരമാക്കും എന്നെ. അത് 2 മാസം പറഞ്ഞേക്കുന്നത് എന്തുവാ? അവന് ഭാര്യയാക്കാൻ ഇവരോടെല്ലാം ഈ സ്ത്രീകളോട് പറഞ്ഞേക്കുക. അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കൊന്നു തിന്നുന്ന രാക്ഷസന്മാരാണല്ലോ. അതുകൊണ്ട് രജനിചര വരൻ അശനമാക്കും എന്നെ കൊണ്ട് 2 മാസം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ എന്നെ കൊന്നു തിന്നുകളയും. അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടും നീ അത്രനാളും പ്രാണനെ ധരിച്ചിടുവാൻ. അതുകൊണ്ട് ഇതിനകം വെച്ച് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കൂ ഹനുമാനെ. അത്രനാളും പ്രാണനെ ധരിച്ചിടും. അത്രനാളും ഞാൻ എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് ഇവിടെ ഇരിക്കാം. അല്ലാതെ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. ചിലപ്പോൾ എന്താ കഴിക്കുന്നത് നമ്മളറിയില്ല. അത്രമാത്രം ക്ഷീണിത ഉണ്ട്. അതുകൊണ്ട് ത്വരിതം ഇഹ ദശമുഖനെ നിഗ്രഹിച്ച് എന്നോട് ദുഃഖം കളഞ്ഞ് രക്ഷിക്കുന്നത് ചൊല്ലുന്നേ. പെട്ടെന്ന് തന്നെ ഈ ദശമുഖനെ, ഈ രാവണനെ നിഗ്രഹിച്ച് എൻ്റെ ദുഃഖം കളഞ്ഞ് എന്നെ രക്ഷിക്കാൻ അവിടെ ചെന്ന് പറയൂ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ട് ആകുലം തീരുവാനാശ ചൊല്ലിടിനാൻ. അങ്ങനെ ഈ ഹനുമാന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ആകുലം തീരുവാനായിട്ട് എന്തു പറയുന്നു സീതാദേവി എടുത്ത്? അവനിപതി സുതനോട് അടിയൻ ഭവൽ വാർത്തകൾ അങ്ങ് ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ ഞാൻ ചെന്ന് അവനിപതി എന്നുവെച്ചാൽ അവനിപതി ആരാണ്? അവനി ഭൂമി, പതി ആരാ? ശ്രീരാമൻ. അപ്പോൾ അവനിപതി ശ്രീരാമനോട് സുതനോട് അടിയൻ അവനിപതി, അതായത് അവനിപതി ദശരഥ രാജാവല്ലേ ദശരഥൻ്റെ മകൻ സുതൻ, അതാരാ? ശ്രീരാമൻ. അവനിപതി സുതനോട് അടിയൻ ഭവൽ വാർത്തകൾ അങ്ങ് ഉണർത്തിച്ച് കൂടുതൽ മുന്നമേ തന്നെ. ദേവി പറഞ്ഞിട്ട് വാക്കുകൾ പറഞ്ഞതിന് മുമ്പ് തന്നെ അവരജനും അഖില കപികുലവും ബലവുമായി മുതിർന്ന ആശു വരും. അതിനുള്ള സംശയം. അതിന് മുമ്പായിട്ട് തന്നെ ലക്ഷ്മണനും മറ്റുള്ള കവികളെല്ലാം ഇവിടെ എത്തിയിരിക്കും, ഒരു സംശയം വേണ്ട. സുത സജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണൽ. അങ്ങനെ അവർ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ദശഗ്രീവനെ, ഈ രാക്ഷസനെ സൂര്യാത്മജാലയ യമപുരിയിലേക്ക് അയക്കും പെട്ടെന്ന് തന്നെ. ഭവതിയെയും അതികരണം അഴകിനോട് വീണ്ടും നിൻ ഭർത്താവ് അയോധ്യയ്ക്ക് എഴുന്നള്ളും. എന്നിട്ട് സന്തോഷത്തോടെ അഴകിനോട് വീണ്ടും എടുക്കും ശ്രീരാമൻ. എന്നിട്ട് ഭർത്താവ് അയോധ്യയ്ക്ക് എഴുന്നള്ളും. ആദരാൽ ദേവിയെ കൊണ്ട് അയോധ്യയിലേക്ക് പോകും ശ്രീരാമൻ. ഇതി പവന സുത വചന ഉടമയോട് കേട്ടപ്പോൾ ഇന്ദിരാ ദേവി ചോദിച്ചവളിട്. ഞാൻ ഇത്രയും ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ
ഇന്ദിരാദേവി പറയുവാണ്, ഇഹ വിതത ജല നിധിയെ നിഖില കവി സേനയോട് ഏതൊരു ജാതി കടന്നു വരുന്നത്. ഈ സമുദ്രം കടന്ന് ആരാ ഇങ്ങനെ വരാൻ? അത്രയ്ക്കും പാടാണ്. ഇത് കുതിച്ച് ചാടി ഹനുമാൻ അത്രമാത്രം എടുത്ത് ചാടി കുതിച്ചല്ലേ ഇങ്ങനെ വന്നത്. ഇങ്ങനെ ഇവിടെ വരാൻ എങ്ങനെ പറ്റും? കടന്നു വരും. ഈ നിഖില കവി സേനയോട് എല്ലാ കവികുരങ്ങന്മാരോട് എങ്ങനെ ഏതൊരു ജാതി ഇവിടെ കടന്നു വരാൻ പറ്റും? മനുജ പരിവൃഢ നിധി വിചാരിച്ച നേരത്ത് മാരുതി മൈഥിലിയോട് ചൊല്ലിടിനാൻ. ഇത് അങ്ങനെ എന്ത് പറയുന്നു? മനുജ പരിവൃഢനെയും അവരജനെയും അൻപോട് മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ സുമലിൽ വിരവിനെടുത്ത് കടത്തുവൻ. അതായത് ലക്ഷ്മണനെയും ശ്രീരാമനെയും ഒരു തേര് ഒരു പർവ്വതത്തിന് മുകളിൽ സുഖിനെടുക്ക കൊണ്ടുപോയി തോളിൽ കയറ്റിയുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം ഞാൻ ചുമലിൽ വിരവിനെടുത്ത് കടത്തുവൻ. ഹനുമാന്റെ ചുമലിൽ എടുത്ത് കടത്തിക്കൊണ്ട് വരുമെന്ന്. മൈഥിലിക്കും വിഷാദമൃത മനസ്സ്, എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? മൈഥിലി, ഞാൻ എൻ്റെ ചുമലിൽ അല്ലാതെ എന്ത് പറഞ്ഞു കൊടുക്കാനാ? അങ്ങനെ അല്ലാതെ തന്നെയാണല്ലോ അവർ വരുന്നത്. പക്ഷെ അപ്പോഴതിലെ പറയാൻ പറ്റും, വിഷമിക്കാതിരിക്കാൻ അങ്ങ് പറഞ്ഞു. ഇത്രയും ലക്ഷം കവികളുമായിട്ട് യുദ്ധത്തിന് വേണ്ടി വരണമെങ്കിൽ അത്രമാത്രം ചുമക്കാൻ പറ്റുന്നതാണോ? എങ്കിലും ദേവി അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, ഹനുമാന്റെ ചുമൽ കയറ്റി കൊണ്ടുവരും. അത് സത്യമാണല്ലോ, വേണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ആളാണ്. ലക്ഷ്മണനെ ശ്രീരാമനെ നിസ്സാരമായിട്ട് തോളിൽ കയറ്റി സുഗ്രീവന്റെ ഈ പർവ്വതത്തിന്റെ ഋഷ്യമുഖ അജത്തിന്റെ മുകളിൽ കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് രഘുതരം അമിത രജനീശ്വരകുല അശേഷണ ലങ്കയും പശുമാക്കിയും അനാകുലം. അതുകൊണ്ട് വിഷമം വേണ്ട, ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഇവന്റെ ഈ രജനി ഈ കുലം ഈ രാവണകുലം മൊത്തവും പശുമാക്കും. ദുരിതം അതിന് സുതന് മമ അനുജ്ഞാമിനി ദ്രോഹം വിനാ ഗമിച്ചിടുവാൻ ഓമലേ. ദ്രുതം അതിന് സുതന് മമ ദേഹ്യ അനുജ്ഞാ ഇനി ദ്രോഹം വിന ഗമിച്ചിടുവാൻ ഓമലേ. വിരഹ കലുഷിത മനസ്സി രഘുവരന് മാം പ്രതി വിശ്വാസം ആശു വന്നിടുവാൻ മുത. അപ്പോഴേ ഇതിന് എന്താ പറയാ, വിരഹ കലുഷത മനസ്സി രഘുവരന് മാം പ്രതി വിശ്വാസം ആശു വന്നിടുവാനും എന്ത് ചെയ്തു? തരിക സരപസം ഒരടയാളവും വാക്യവും താപകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇനി തിരിച്ച് ഇവിടെ ഒന്ന് എത്തിയെന്ന് അറിയിക്കുന്നത് തിരിച്ച് അങ്ങോട്ട് കൊണ്ട് വിവരം അറിയിക്കാൻ എന്തെങ്കിലും അടയാളം കൊടുത്ത് വിടണം. ഇത് പവനതനയ വചനേന. ഇത് പവനതനസാര മാരുതിപുത്രൻ ഹനുമാന് എൻ്റെ വചനം കേട്ടിട്ട് വൈദേഹി എന്ത് ചെയ്തു? വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ, എന്താ കൊടുത്തു വിടണ്ടേ? ശ്രീരാമനെ ഏൽപ്പിക്കാൻ ഹനുമാനോട് വന്നെത്തിയെന്നും മോതിരം പലയിടത്തും കളഞ്ഞിട്ട് പോയെന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് മോതിരം കൊടുത്തിട്ട് എന്ത് കൊടുത്ത തെളിവെന്താ? അതിന് ഇവിടെ സീതയുടെ എന്തെങ്കിലും കാര്യം അങ്ങോട്ടും കൊണ്ട് കൊടുത്തതല്ലേ ഇവിടെ എത്തി എന്നറിയാൻ പറ്റും. അതിന് ഇത്തിരി നേരം വിചാരിച്ച് സീത മാനസേ ശിഖുരഫലം അതിൽ മരും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിട. ഈ ചൂടാമണി എടുത്ത് ചിന്മയി മാരുതി കയ്യിൽ നൽകിടുന്ന ദേവി അങ്ങനെ ചെയ്തു. ശൃണുതനയ പുനരടയാള വാക്യം ഭവാൻ ശ്രുത്വ ധരിച്ച് കർണയെ പറഞ്ഞിടുന്നു. ഒരു വാക്യം കൂടെ അടിച്ചൊന്നും പറഞ്ഞു കൊടുക്കണം. അതും ദേവി എടുത്ത് ഹനുമാനോട് ദേവി പറയുന്നു. സപതി പുനരത് പൊഴുത് വിശ്വാസം എന്നുടെ ഭർത്താവിന് ഉണ്ടായി വരുമെന്ന് നിർണയം. അത് ആ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് വിശ്വാസം വരും. ആ ഒരു വാക്ക് അത് സീതാദേവി ഹനുമാന് പറഞ്ഞു കൊടുക്കും. ആ വാക്ക് ഹനുമാൻ ചെന്ന് ശ്രീരാമനോട് പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം അത് വേറെ ആർക്കും അറിയാൻ പറ്റാത്തൊരു വാക്കാണ്. അതുകൊണ്ട് വേറെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ശ്രീരാമനും സീതയ്ക്ക് മാത്രമേ അറിയൂ. ആ ഒരു കാര്യം ഹനുമാനെ അറിയിച്ചാൽ ആ വാചകം ശ്രീരാമനെ കൊണ്ട് കൊടുക്കുമ്പോൾ കണിശം സീത തന്നെ എന്ന് മനസ്സിലാക്കും. ഹനുമാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇത് കണ്ട് അറിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് ഭർത്താവിന് ഉണ്ടായി വരുമെന്ന് വിശ്വാസം ഉണ്ടാകും. അതെന്താ? അതായത് ചിരം അമിത സുഖം ചിരം അമിത സുഖം ഒരു തപസി ബഹുനിഷ്ഠയ ചിത്രകൂടാചരത്തിൽ വാഴുന്ന ദിവസം. അവർ ഈ വനത്തിൽ നിന്നൊക്കെ ചിത്രകൂട ചെന്ന സമയത്ത് മുമ്പ് ചിത്രകൂട ആചലത്തിങ്കിൽ വാഴും വിധവും പലലമത് പരിചനോട് ഉണക്കുവാൻ ചിക്കി. അതെന്താ? പല്ലം പിന്നെ എള്ളുകൊണ്ടുണ്ടാകുന്ന ഒരു പലഹാരം എന്നും അർത്ഥമുണ്ട്. എന്തോ ഒരു മാംസം എന്നും പറയുന്നുണ്ട്. അത് അവിടെ വെയിലത്ത് ഇങ്ങനെ ചിക്കി ഉണക്കി. അപ്പോൾ എന്ത് വന്നു? പലലമത് പരിചനോട് ഉണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നുണ്ട് ദശ. അങ്ങനെ അത് നോക്കി കാക്കയൊന്നും കൊണ്ടുപോകാതിരിക്കാൻ നോക്കിയിരുന്ന് ദശാന്തരെ തിരുമുടിയും അഴകിനോട് മടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരവോട് ഉറങ്ങിടൻ. അപ്പോൾ ദേവി ഇത് കാത്ത് വെയിലത്ത് വെച്ച സാധനം ഉണങ്ങാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്ത് ഭഗവാൻ ശ്രീരാമൻ തല അത് എന്താ ശിരസ് തിരുമുടി, അതായത്
എന്താ മടിയിൽ വെച്ച് ഈ തല മടിയിൽ വെച്ച് കിടക്കുമല്ലോ സീതാദേവി. അപ്പം നമ്മൾ അമ്മയുടെ മടി നമ്മൾ തല വെച്ച് കിടക്കാറില്ലേ? അതുപോലെ ഭഗവാൻ എന്ത് ചെയ്ത് ദേവിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടന്നു. തീർത്ഥപാദൻ വിരവോട് അങ്ങ് ഉറങ്ങിപ്പോയി. അത് വേറെ ആർക്കും അറിയില്ല. ഈ ശ്രീരാമനും സീതയ്ക്ക് മാത്രമേ അറിയൂ. അത് പൊഴുതിൽ അതിചപലനായ ശക്രാത്മജൻ ആശു കാകാകൃതി പൂണ്ട് വന്നിട്ട് ആരാ ശക്രാത്മജൻ? ദേവേന്ദ്രൻ്റെ മകൻ. അവൻ്റെ മകൻ്റെ പേര് ജയന്തൻ. ജയന്തൻ എന്ന് പറഞ്ഞ ഒരു ശക്ര ആത്മജൻ. ശക്ര എന്ന് വെച്ചാൽ ആരാന്നറിയാമോ? ദേവേന്ദ്രൻ. ആത്മജൻ വെച്ചാൽ മകൻ. ദേവേന്ദ്രൻ്റെ മകൻ ആരാണ്? ജയന്തൻ. ജയന്തൻ ഒരു കാക്കയുടെ ആകൃതി കൊണ്ടുവന്ന് അത് പൊഴുതിൽ അതിശബലനായ ശക്രാത്മജൻ ആശു കാകാകൃതി കാക്കയുടെ രൂപം കൊണ്ട് വന്നിടുന്ന എന്തായാലും കൊത്തി തിന്നാനാ വരുന്നത്. പല പൊഴുത് പല ശകലങ്ങൾ കൊത്തിയിടിനാൻ പലവട്ടം വന്ന് ഈ നിരത്തി വെച്ചിരുന്ന ഉണക്കാൻ വെച്ച ഈ സാധനം വന്ന് കൊത്തി തിന്നുകൊണ്ട് പോകും. ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്ത് ഞാൻ തഥാ പരുഷതരം ഉടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ. കല്ലുകൾ, പാഷണം കല്ല്, ഈ പാറക്കല്ലുകൾ എടുത്ത് ഈ കാക്കയെ എറിഞ്ഞ്. കാക്ക ആരാണ്? ജയന്തനാണ്, ഇന്ദ്രന്റെ പുത്രനാണ്. കാക്കയുടെ ആകൃതി വന്ന് ഇത് കൊത്തി തിന്നുവാണ്. പാഷണജാലങ്ങൾ കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു? എറിഞ്ഞപ്പോൾ അത് കൊണ്ടിട്ട് അവൻ വപുഷി മമ ശിതശരണ നഗര തുണ്ടങ്ങളാൽ വായ്പോട് കീറിനാൻ ഏറെ കുപിതനായി. അവന് ദേഷ്യം വന്ന് കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവൻ വന്ന് ഈ സീതയുടെ വപുഷി വായിലോ ഇടങ്ങണ്ടൊക്കെ വന്ന് ശിതശരണ നഗര തുണ്ടങ്ങളാൽ അവൻ്റെ നഖവും കൊക്കൊക്കെ കൊണ്ടുവന്ന് ഇവരെ കൊത്തിപ്പറിച്ചു. വായ്പോട് കീറാൻ ഏറെ കുപിതനായി. അവന് ദേഷ്യം വന്ന പാറക്കലത്ത് എറിഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് സീതയെ ഇങ്ങനെ കൊത്തിപ്പറിച്ചു. പരമപുരുഷനും ഉടൻ ഉണർന്നു നോക്കും വിധം. അപ്പോൾ ഭഗവാൻ മടിയിൽ ഇങ്ങനെ തലവച്ച് കിടക്കുകയല്ലേ സീതാദേവിയുടെ. അപ്പോൾ പരമപുരുഷനും ഉടൻ അങ്ങ് ഉണർന്നു നോക്കും വിധം പാരം ഒലിക്കുന്ന ചോര കണ്ട്, ദേവിയുടെ മുഖത്തുനിന്ന് ചോര ഒലിക്കുന്ന കണ്ട് ആകുലാൽ തൃണശകല അതികുപിതനായി എടുത്ത അശ്രമം ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അയച്ചിട്ടുണ്ട്. ഭഗവാൻ തൃണശകലം അതികുപിതനായി പെട്ടെന്ന് അദ്ദേഹം ദേഷ്യം വന്നിട്ട് ഒരു ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ചങ്ങോട്ട് വിട്ടുകൊടുത്ത് അമ്പ്. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്ന് ഈ അമ്പ് എന്ന് പറഞ്ഞാൽ പുറത്ത് കൊള്ളുമെന്ന് പിന്നെ അവനെ എല്ലടോ ഓടി കാക്ക. ഈ കാക്കയാണെങ്കിൽ ആളാരാണ്? ഇന്ദ്രന്റെ പുത്രനാണ്, ജയന്തനാണ്. അങ്ങനെ പാഞ്ഞു നടന്നിത് സങ്കടം തീർത്ത് രക്ഷിച്ചു കൊണ്ടിടുവാൻ. ആരാ എന്നെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ എല്ലടവും ഈ കാക്ക പറക്കം പായുക. കൂടെ ദിവ്യാസ്ത്രമുണ്ട്, ഭഗവാനല്ലേ വിട്ടേക്കുന്നത്. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കും ആവതല്ലെന്ന് അയച്ചൊരവസ്ഥ അന്തരേ. അമരപതി ആരാണ്? ദേവേന്ദ്രൻ പതി, ദേവന്മാരുടെ തലവൻ. അമരപതി ഇന്ദ്രൻ. കമലജം അതാരാണ്? താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവ്. അപ്പം ദേവേന്ദ്രനും ബ്രഹ്മാവ്. ഗിരീശൻ ആരാണ്? ഗിരി പർവ്വതം. ഈശനാരാ? പർവ്വതത്തിൻ്റെ ദേവിയുടെ പാർവ്വദേവിയുടെ ഭർത്താവ് ശിവൻ. ഇവർ മൂവരും അതാണ് അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കും ആവതല്ലെന്ന് അയച്ചോരവസ്ഥ. അവർ അവിടെ എല്ലാം ചെന്ന് ഈ കാക്ക എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനും പറ്റിയില്ല, പിന്നെയോ പിന്നെ ദേവേന്ദ്രനും പറ്റിയില്ല, പരമേശ്വരനും പറ്റിയില്ല, മുഖ്യന്മാർക്ക് ആർക്കും ആവതല്ലെന്ന് അയച്ചൊരവസ്ഥ. അന്തരം അങ്ങനെ ആർക്കും പറ്റാൻ അവൻ എന്ത് ചെയ്തു? രഘുതിലകനടി മലരിൽ ഭഗവാന്റെ ശ്രീരാമന്റെ അടിമലിൽ തന്നെ, അതായത് രഘുതിലകൻ അടിമലരിൽ അവശമോട് വീണത്. പെട്ടെന്ന് അവശപ്പെട്ട് ഓടി രക്ഷയില്ലാഞ്ഞ് ശ്രീരാമന്റെ കാൽക്കൽ വന്ന് വീണ് രക്ഷിച്ചു കൊള്ളണമേ എന്നെ കൃപാനിധി, എന്നെ രക്ഷിക്കണമേ എന്ന് കൃപാനിധി എന്ന് പറഞ്ഞ് കൃപയോടുകൂടിയവനെ ശ്രീരാമ എന്നെ രക്ഷിക്കൂ. എല്ലായിടവും പോയിട്ടാണ് സ്വന്തം പിതാവ് ദേവേന്ദ്രൻ അടുക്കവരെ അവിടെയും ചെന്ന്, ബ്രഹ്മാവിനൊക്കെ ചെന്ന്, പരമേശ്വരനൊക്കെ ചെന്ന്, എങ്ങൊന്നും രക്ഷ കിട്ടാഞ്ഞ് മുഖ്യന്മാരുടെയൊക്കെ പോയി. അവസാനം ഭഗവാന്റെ അടുക്ക തന്നെ തിരിച്ച് വന്നിട്ട് എന്നെ രക്ഷിക്കണമേ. അവരമൊരു ശരണമിക നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തേ. എന്നെ നഹി അവരമൊരു ശരണം അല്ലാതെ ആരുമില്ല, അങ്ങല്ലാതെ ആരുമില്ല നമോസ്തേ ആനന്ദമൂർത്തേ ശരണം നമോസ്തേ എന്നെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ശ്രീരാമനടുക്ക വന്ന്. ഇത് സഭയം അടിമലരിൽ വീണ് കേണിടിനാൻ ഇന്ദ്രാത്മജന ജയന്തനും. അന്നേരം ഇന്ദ്രാത്മജ വെച്ചാൽ ഇന്ദ്രന്റെ പുത്രനായ ഈ ജയന്തനും ഇങ്ങനെ ഭഗവാന്റെ അടുക്ക ശ്രീരാമന്റെ അടുക്ക തന്നെ വന്ന് വീണ് കടന്ന് അപേക്ഷിച്ചു. സവിതൃകുല തിലകനഥ സസ്മിതം ചൊല്ലിനാൻ. അപ്പോൾ ശ്രീരാമൻ എന്ത് പറഞ്ഞു? സായകം നിഷ്ഫലമാകയില്ല എന്നുമേ. ഞാൻ വിട്ട സായകം അമ്പ് വെറുതെ പോവുകയില്ല. അതിന് തവ നയനം അതിലൊന്നു പോവും നിശ്ചയം. അതുകൊണ്ട് നിന്റെ കണ്ണ് നയനം
അതിന് തവ നിന്റെ ഒരു കണ്ണ് എന്തായാലും പോയിരിക്കും, കാരണം നിശ്ചയമാണത്. കാരണം ഞാൻ വിട്ട അമ്പ് നിഷ്ഫലമാകത്തില്ലല്ലോ, നല്ല മന്ദം ദിവ്യാസ്ത്രമല്ലേ. അപ്പോൾ അത് വെറുതെ പോവുകയില്ല. നിന്റെ ഒരു കണ്ണ് നിശ്ചയമായും അന്തരമില്ല, നീ പോയിക്കൊള്ളുക നിർഭയം. നീ ഭയം കൂടാതെ പൊക്കൂ, നിന്റെ ഒരു കണ്ണങ്ങ് പോകും. ഇത് ഈ സദയമനു ദിവസം എന്നെ രക്ഷിച്ച അവൻ ഇന്ന് ഉപേക്ഷിച്ചത് എന്നോട് ദുഷ്കൃതം. ഇത് സദയം അനു ദിവസം എന്നെ രക്ഷിച്ചവൻ ഇന്ന് ഉപേക്ഷിച്ച എന്നോട് ദുഷ്കൃതം. അപ്പം ഇത്രയെല്ലാം അന്ന് രക്ഷിച്ചത് ഇന്ന് എന്നെ ഉപേക്ഷിച്ചത് എന്താ? എന്നോട് ദുഷ്കൃതം. ദേവി പറയും. ഇതൊക്കെ ഈ വാക്കുകളെല്ലാം ഹനുമാനോട് പറഞ്ഞു വിടുവാണ്. ഈ കാര്യം സീതയ്ക്കും ശ്രീരാമനല്ലാതെ ആർക്കും അറിയില്ല. ഇത്രയും കാര്യം ഈ ഉണക്കാനിട്ട സമയത്ത് മടി തലവച്ച് കിടന്നതും ഈ കാക്ക വന്ന് കൊത്തിപ്പറിച്ചതും അതിനുവേണ്ടി ദിവ്യാസ്ത്രം ഇട്ടതും ഈ കാര്യം വേറെ ആർക്കും അറിയില്ല. അത് ഹനുമാനോട് ഇത് പറയുമ്പോൾ ഹനുമാൻ ചെന്ന് ശ്രീരാമനോട് പറയുമ്പോൾ ശ്രീരാമൻ വിശ്വസിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത ഈ ഭഗവാൻ ഇന്ന് എന്നെ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത്? ഈ ഹനുമാൻ വന്നിട്ട് ശ്രീരാമൻ വരാഞ്ഞതുകൊണ്ടാണ് സംശയം. അപ്പോൾ ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല. ഞാൻ ഓർത്താൽ ഇത് എന്നോട് പാപമേ കാരണം. അപ്പം ഇതൊന്നും ഒരു പിഴയും ചെയ്തില്ല. പക്ഷേ ഇത് എൻ്റെ പാപമാണ്. സീത തന്നെ പറയുന്നത് എന്നോട് പാപം കൊണ്ടാണ്. കാരണം ശ്രീരാമൻ ഇത്രയെല്ലാം സഹായം ചെയ്ത ആളായിട്ട് ഒരിക്കലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് എൻ്റെ നിയോഗമാണ്, എൻ്റെ പാപമാണ് ഇത് കാരണമെന്ന് സീത തന്നെ പറഞ്ഞു. വിവിധമിതി ജനക നൃപ ദുഹൃത് വചനം കേട്ടു വീരനാ മാരുതപുത്രൻ ചൊല്ലിനാൻ. അങ്ങനെ ഇതത്രയും കേട്ടപ്പോൾ സീതയുടെ ദുഹൃത് വചനം, സീതയുടെ ഈ കാര്യം കേട്ടിട്ട് വീരനായിരുന്ന മാരുതപുത്രൻ പറയുന്നു, ഭവതി പുനരിവിടെ മരുവിടുന്നതേതുമേ, ഭർത്താവ് അറിയാതെ കൊണ്ട് വരാഞ്ഞതും ദേവി അങ്ങ് അവിടുന്ന് ഇവിടെയാണ് ഈ ലങ്കയിൽ ഇവിടെയാണ് കഴിയുന്നതെന്ന് ഭഗവാൻ അറിഞ്ഞിട്ടില്ല. ഭർത്താവ് അറിയാതെ കൊണ്ട് വരാത്തതാണ്. ചടുതി വരുവിനി പെട്ടെന്ന് ചടുതി വരുവിനി നിശിച്ച രൗഘവും ഈ രാവണകുലവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കുന്ന ശാഖാമൃഗം വെച്ചാൽ കുരങ്ങന്മാര് ഈ രാവണകുലവും ഈ ലങ്കയും എല്ലാം ഭസ്മമാക്കും പെട്ടെന്ന് എന്ന് ദേവിയെടുത്ത് പറഞ്ഞു. അറിയാഞ്ഞതുകൊണ്ടാണ് ശ്രീരാമനോടേക്ക് ഭഗവാൻ വരാഞ്ഞത്. ദേവി ഇവിടെ ആണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവിടെ കുരങ്ങന്മാർ വന്ന വഴിക്ക് ഹനുമാൻ സമ്പാദിയായ ആ കഴുകൻ പറഞ്ഞനുസരിച്ച് വന്നത്, അല്ലെങ്കിൽ വന്ന് എത്താൻ പറ്റൂലല്ലോ. അങ്ങനെ പവനസുത വചനമതി കേട്ടു വൈദേഹിയും പാരിശമോദന ചോദിച്ചരുളിനാൾ, അധിക കൃഷാതനുരിഹ ഭവാൻ കപിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. അപ്പം ഇങ്ങനെ ഈ ഹനുമാന്റെ നിങ്ങൾ ചൊവ്വന് കേൾക്കണേ. എനിക്ക് പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ട്, അതുപോലെ ഞാൻ ഇടയ്ക്ക് കുറേ പറഞ്ഞു മക്കളെ. പകുതി ആയപ്പോൾ എന്നെ രാധാ ശിവനെ വിളിച്ച് കട്ടായിപ്പോയി. പിന്നെ ഒന്നിനെടുക്കുക. പകുതി കൂടുതലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഒന്നേന്ന് അത് കട്ടായിപ്പോയി. ബെല്ല് കേട്ട് എങ്ങനെയോ അത് കട്ടായി. പിന്നെ ഞാൻ നോക്കുമ്പം ഒന്നേന്ന് പിന്നെ എടുക്കുക. അപ്പോൾ അത്ര നേരം അവിടെ ഇരിക്കുക. അപ്പം നടുവേനുണ്ടാവും. മക്കൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം കേട്ടോ. അതുകൊണ്ട് പറയാം, വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകരുതേന്ന് പറയുക. ഇതിനൊക്കെ ഇച്ചിരി കാര്യം ശ്രദ്ധിക്കാനും പറയാനൊക്കെ പാടുള്ളതാണ്. എന്തിനു വേണ്ടിയാ? മക്കൾ നന്നാവാൻ വേണ്ടിയല്ലേ. അപ്പോൾ അധിക കൃഷ തനുരിക. എന്താണ് കൃഷം? ഈ ഹനുമാൻ ഇപ്പോൾ ചെറുതായിട്ട് ഒരു കുരുവിയുടെ അത്രയേ ഉള്ളു. അപ്പോൾ ദേവി വിചാരിക്കുക ഇങ്ങനെയുള്ള കുരങ്ങന്മാരാണെങ്കിൽ എങ്ങനെ ഇവിടെ വന്ന് ഈ ലങ്കയൊക്കെ നശിപ്പിക്കും? ഇതുകൊണ്ട് സംശയം വന്നു. അധിക കൃഷ തനു ശരീരം. ഈ കൃഷം നൈസായ ഈ കൊച്ചു ശരീരമല്ലേ ഭവാൻ. കവി വീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലുന്നത്. ഈ ലക്ഷം കണക്കിന് കുരങ്ങന്മാർ ഇതേപോലെ ആണോ? പറയൂ. നിഖില നിശിചരൻ അചല നിഭ വിപുല മൂർത്തികൾ. നിശിചര അചല നിഭവി പറയട്ടെ. നിഖില നിശിചര അചല നിഭ വിപുല മൂർത്തികൾ. നിങ്ങൾ അവരോട് എതിർക്കുന്നത് എങ്ങനെ? ഇങ്ങനെ കുഞ്ഞു ശരീരമുള്ളവർ എങ്ങനെ അവരോട് എതിർക്കും? പവനജനു അവനി മകൾ വചനമത് കേട്ടിട്ടുണ്ട്. ഭൂമിപുത്രി അവനി മകൾ വെച്ചാൽ ഭൂമിപുത്രി സീത. ഈ പവനജൻ ഹനുമാൻ ഇത് കേട്ടപ്പോൾ എന്ത് പറയുന്നത്? പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അങ്ങനെ കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലെ കുഞ്ഞു ശരീരമല്ലേ മറ്റു കവികൾക്ക് എങ്ങനെ ഈ രാവണന്മാരുടെ ഈ ലങ്കയൊക്കെ ഭസ്മൊക്കെ എങ്ങനെ അവർ ചെയ്യും? ഇത്ര കുഞ്ഞു ശരീരമല്ലേ. അപ്പോൾ അത് കേട്ടപ്പോൾ ഹനുമാൻ എന്ത്? പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. പെട്ടെന്ന് തന്നെ ഹനുമാൻ അത് പർവ്വതം പോലെ അങ്ങ് വളർന്ന്. അധ മിഥില നിർമ്മതി സ്വതയോട് ചൊല്ലിയത് ഞാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചന നന്ദനൻ. അതായത്
ഈ വായുപുത്രൻ പറയുന്നു, ഇത് കരുതുക, അകമലിൽ ഇങ്ങനെയുള്ളവർ 21 വെള്ളം പടവരും. അതായത് ഒരു സംഖ്യയാണ്. 21 വെള്ളം പടവരിച്ചാൽ ഇതൊരു അനേകം കോടി ഈ കവിവരന്മാർ വരും എന്നാണ് അതിൻ്റെ സംഖ്യയാണ്. ആ വെള്ളം പടവരെന്ന് പറഞ്ഞത് 21 വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം അല്ല, അതൊരു സംഖ്യയാണ്, അവരുടെ ഭാഷയിലുള്ള സംഖ്യയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കൂ. ഇങ്ങനെ ഈ പ്രപഞ്ചനന്ദൻ ഈ വായുപുത്രൻ ഇത്രയും വളർന്ന് പർവ്വതം പോലെ ആയപ്പം പറയുന്നു, ഇത് കരുതുക, അകമലരിൽ ഇങ്ങനെയുള്ളവർ, ഈ ഹനുമാൻ അത്രയും പർവ്വതം പോലെ ഉള്ളവർ 21 കാരണം അത്രയും ഇല്ലെങ്കിൽ പോലും ദേവിക്ക് വിഷമം ഉണ്ടാകാൻ ഹനുമാൻ അത് പറഞ്ഞു കൂട്ടാം. ഹനുമാൻ അത്രയും വളരാൻ മറ്റുള്ള കൊണ്ട് ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമ്പവാനും അത്രയും ഒത്തേലും കുറച്ചൊക്കും. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവർ 21 വെള്ളം പടവരും, ഇത്രയും പർവ്വതം പോലെ ശക്തിയുള്ളവർ. അതാണ് ശരിയാണ്. 10 ആനയുടെ അത്ര ബലം, ഒരു ഗജ, അങ്ങനെയൊക്കെ ഉണ്ട്. പലരും പല കണക്കാണ്. പവനസുത മൃദു വചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ. അങ്ങനെ ദേവി എന്ത് പറയും? വിമലൻ അമിത ബലൻ ആശര വംശത്തിൽ അന്തകൻ നീ അതിന് അന്തരമില്ലടോ. അപ്പോൾ ദേവി പറഞ്ഞു, ഇതിന് ഒരു അന്തരമില്ല. വിമലൻ അമിത ബലൻ ആശര വംശത്തിൽ. ആശര വംശം വെച്ചാൽ രാവണ വംശത്തിന് അന്തകൻ. അപ്പോൾ നീ ഹനുമാനെ, നീ അന്തകൻ, നീ അതിനൊരു അന്തരമില്ല, ഒരു അന്തരവും ഇല്ല, നീ അവിടെ അന്തകൻ തന്നെയായി വരും എന്ന് ദേവിക്ക് അപ്പോൾ തോന്നി. രജനി വിരവോട് കഴിയും ഇനി ഉഴറുകെങ്കിൽ നീ രജനി വിരവോട്, ഈ രാത്രി വിരവോട് കഴിയും ഇനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിശബലം ഇന്നേ കടന്നങ്ങ് ചെന്ന് രഘുവരനെ കാണുക നന്ദന. കാരണം ഈ സ്ത്രീകൾ ഇവിടെ നേരം രജനി കഴിഞ്ഞാൽ രാത്രി പോയാൽ പിന്നെ പെട്ടെന്ന് ഈ സ്ത്രീകൾ കാണത്തില്ലേ. അതുകൊണ്ട് ഈ രാക്ഷസ സ്ത്രീകൾ കാണാതെ പെട്ടെന്ന് തന്നെ ജലനിധിയും അതായത് സമുദ്രം കടന്ന് അവിടേക്ക് പോകൂ നന്ദന എന്ന് പറയും. രഘുവരനെ കാണുക നന്ദന. ചെന്ന് പെട്ടെന്ന് ശ്രീരാമനെ കാണും. ഇവിടെയുള്ള സ്ത്രീകളാരും ഹനുമനെ കാണാതെ അങ്ങ് പോകാനാണ് പറയുന്നത്. മമചരിതം അഖിലം അറിയിച്ച് ചൂടാരത്നം ആശു കയ്യിൽ കൊടുക്ക വിലയെ നീ. ഈ തന്നിട്ട ചൂടാരത്നം അവിടെ ചെന്ന് ഭഗവാന് ശ്രീരാമന് കൊടുക്കൂ. വിരവിനോട് വരിക രവിസുതനും ഒരു സൈന്യവും. ഇനി പെട്ടെന്ന് തന്നെ വരിക രവിസുതനാരാ? സുഗ്രീവൻ സൈന്യവുമായിട്ട്. വീരപുമാന്മാർ ഇരുവരുമായി ഭവാൻ. വീരപുമാന്മാരാരാ? ശ്രീരാമൻ ലക്ഷ്മണനും. പെട്ടെന്ന് തന്നെ വരിക. വഴിയിലൊരു പിഴയും ഉപരോധവും എന്നീ വായുസുത പോകാൻ നല്ല വണ്ണം ധ്രുവം. ഇനി ഈ പോകുന്ന വഴിക്ക് ഒരു വിഷമം വരാതെ വായുസുത ഹനുമാനെ നീ നന്നായി പോയി വരൂ. വിനയഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടന നന്ദിക. ഇതൊക്കെ തിരിയുന്നില്ല, ഭയങ്കര വാക്കുകളാ. ഇത് എനിക്ക് പറ്റിയ അമിളി എന്തോ പറയാ. വിനയ ഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടന ദേവിയെ നമസ്കരിച്ചിട്ട് പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്ത് വച്ചിടിന ദേവിയെ വീണ്ടും 3 വട്ടം വലം വെച്ച് വിട തരിക ജനനി, ഞാൻ പോയി വരട്ടെ അമ്മേ ജനനി മാതാവേ. വിടകൊള്ളുവാൻ അടിയന് ഹനുമാന്, വിടകൊള്ളുവാൻ അടിയൻ ഹനുമാന് വേഗേന ഖേദം വിന വഴക സന്ദർശിച്ചതുകൊണ്ട് വേഗന വിഷമമെല്ലാം മാറി കഴിയൂ. പെട്ടെന്ന് തന്നെ അത് വിഷമമൊക്കെ മാറ്റൂ. ഭവത് ശുഭമായി തനയ പതി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുക അത്ര നീ. ഭവത് ശുഭമായി തനയ മകന്, തനയ മകനെ, ഹനുമാനെ വിളിക്കാം മകൻ. ഭവത് ശുഭമായി തനയ മകനെ, നിനക്ക് വഴിയിൽ നന്മ വരട്ടെ എന്ന് സീതാദേവി പറഞ്ഞു. ഭവത് ശുഭമായി തനയ പതി തവ പതി വഴി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുക അത്ര നീ പെട്ടെന്ന് തന്നെ അവിടെ പോയി അവരൊക്കെ വരുത്തു. സുഖമൊടിക ജഗതി സുചിരം ജീവജീവ നീ സ്വസ്ത്യസ്സു പുത്രാതേ സുസ്ഥിര ശക്തിയും അനില തനയനും അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. ഇനി ലങ്കാദർശനമാണ്. തോനെയുണ്ടോ? ഇത് 2ാമത്തെ ആവർത്തിയായി വായിക്കുന്നത്. ഒരുപാടുണ്ട് വായിക്കാൻ. ചെറുതകലെ ഒരു വിടവി ശിഖരവും അമർന്നവൻ. ചെറുതകലെ ഒരു വിടവി ശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിൽ ചിതാശ്രമം. പരപുരിയിലൊരു നിർബന്ധി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരു അഴുനില ഒഴിഞ്ഞ് സാധിച്ചതാ സ്വാമി കാര്യത്തിന് അന്തരമെന്നിയേ. ഒരാളുടെ രാജ്യത്ത് ചെന്നാൽ ഒരു ദൂതൻ വന്നാൽ അവിടെയുള്ളവരെ അറിയണം. അതുകൊണ്ട് രാജാവിനെയൊക്കെ ഒന്ന് അറിയിക്കണം എന്നാണ് ഈ ഹനുമാൻ വിചാരിക്കുന്നത്.
രഹസ്യമായിട്ട് പോകേണ്ട കാര്യമല്ലല്ലോ. നിജഹൃദയ ചതുരതയോടെ അപരമൊരു കാര്യവും നീതിയോടെ ചെയ്ത് പോവാൻ ഉത്തമൻ. അങ്ങനെ ചെയ്തിട്ട് പോകുന്നവനാണ് ഉത്തമൻ. അപ്പോൾ ഹനുമാൻ രഹസ്യമായിട്ട് പോയാൽ അതൊരു വല്ലാത്ത രീതിയാണ്. അവിടെ അറിയിച്ചിട്ട് ഇങ്ങനെയുള്ള വന്നിട്ടുണ്ടെന്നൊക്കെ അറിയിച്ചിട്ട് തന്നെ പോകണം, അതാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത് ഹനുമാൻ അതിന് മുഹുരാഹം അഖില നിശിചര കുലേശനെ അൻപോട് കണ്ടു പറഞ്ഞു പോയിരണം. അതിന് പെരുവഴിയും ഇത് സുദൃഢമിതി ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിയാൽ ഈ അവിടെയുള്ള ആരാമം വെച്ചാൽ അവിടെ എന്തൊക്കെയുണ്ട് നല്ല നല്ല എനിക്ക് പറയാൻ അറിയില്ല മക്കളെ. ആരാമം വെച്ചാൽ നല്ല ചെടികളും പൂന്തോട്ടം അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളും എല്ലാം നല്ല ഭംഗിയുള്ളതല്ല, അതെല്ലാം അടിച്ച് പൊടിച്ച് കളയുക. അയാളെല്ലാം എങ്ങനെ വിളിച്ചുണർത്തുന്ന രാജാവിനെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും അറിയുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഈ കുരങ്ങന്മാരുടെ സ്വഭാവം അതാണല്ലോ, എല്ലാം ഒടിച്ചു മടച്ച് കളയുന്നതാണല്ലോ. ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിന മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാ വൃക്ഷം ഒഴിഞ്ഞുള്ള ഒക്കെ തകർത്ത്. ദേവി ഇരിക്കുന്ന ശിംശപാ വൃക്ഷം ഒഴിച്ച് ബാക്കി മൊത്തവും അടിച്ച് തകർത്തു. കുസുമദലഫല സഹിത ഉൽവ വല്ലി തരു കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധോ എല്ലാം തടപടാന്ന് പൊട്ടി ചിതറുക. ജനനിവഹ ഭയ ജനന നാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമോട് അഖില ദിശ കലു പറന്നുണ്ട്. ഈ പദത്തിൽ അതിലൊക്കെ കൂട് വെച്ച് പക്ഷികളൊക്കെ ഇരിക്കും, വൃക്ഷങ്ങളിലൊക്കെ ആകെ ഭയന്നിട്ട് പറന്നു പോകുന്നു. ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും. രജനചരപുര ചടുതി കീഴ്മേൽ മറിച്ചത്, അവിടെ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. രാമദൂതൻ മഹാവീര പരാക്രമൻ ഭയമോട് അത് പൊഴുത് നിശിചരികൾ ഉണർന്ന്. ഈ സൗണ്ട് കേട്ട് കിടന്നുറങ്ങുന്നവരെല്ലാം ഉണർന്ന് പാർത്തു നേരം എല്ലാം നോക്കിയപ്പോൾ കവിവീരനെ കാണായി. ഇങ്ങനൊരു ഹനുമാൻ ഒരു കുരങ്ങൻ നിൽക്കുന്നു. ഈ കുരങ്ങൻ ഇത്രയും ചടപട ഒടിച്ചു പറിച്ച് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ആ സൗണ്ടിടെ ഉണർന്ന് നോക്കി വന്ന ഒരു കുരങ്ങനാ. ഇവൻ അമിത ബല സഹിതൻ ഇടി നികരമൊച്ച. ഇടി വെച്ചാൽ സൗണ്ട്, ഇടി സൗണ്ട് ഉണ്ട്, ആകാശത്ത് മഴ മേഘങ്ങൾ ഇടി കെട്ടുന്ന പോലെ. ഇവൻ അമിത ബലം സഹിതൻ ഇടി നികരം ഒച്ചയും. എന്തൊരു ജന്തു ഇതെന്തിനു വന്നത്, ഇതെന്തൊരു ജന്തു, ഈ ഇടി പോലെ സൗണ്ടും ഇതൊക്കെ എന്താ അമിത ബലം ഉണ്ടല്ലോ ഇവൻ എന്തൊരു ജന്തു. കാരണം കുരങ്ങനെ കണ്ടവർക്ക് മനസ്സിലാമല്ലോ അവരെ കൊണ്ട് ഇത്രയും സാധിക്കുമെന്നൊക്കെ. സുമുഖി തവ നികടഭൂമിൽ നിന്ന് വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയില്ലയോ ചൊല്ലടോ. അത് സീത അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാനാ ചോദിക്കുന്നത്. മനസ്സിൽ ഭയം അധികം ഇവനെ കണ്ട് ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നു. ഇവൻ കുരങ്ങൻ്റെ ശരീരമാണ്. അത് സുമുഖി സീതയോട് ചോദിക്കുന്നു, താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാമോ, സുന്ദരഗാത്രി പറയൂ. അവർ മാത്രമല്ലേ വെളിയിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ അകത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ സീത അറിഞ്ഞിട്ടങ്ങനെ വനത്തിൽ നിന്ന് വന്ന കുരങ്ങനായിരിക്കും, അറിഞ്ഞിട്ടങ്ങനെ ആണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. മർക്കടാകാരൻ ആണല്ലോ, കുരങ്ങൻ്റെ ശരീരമാണല്ലോ ധരിച്ചിരിക്കുന്നത്. നിശി തമസി വരുവതിന് കാരണം എന്താ ചൊല്ലി, ഇത് രാത്രി ഇരുട്ടത്ത് ഇങ്ങനെ വന്നത് കാരണം എന്താ പറയൂ. നീ അറിഞ്ഞില്ലയോ ചൊല്ലിനും ഇവൻ ആരടോ, നീ പറയൂ ഇവൻ ആരാ. സീതർ ചോദിക്കുക. രജനീചരകുല രചിതം മായകളൊക്കവേ രാത്രിചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. അപ്പോൾ സീത എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ, ഈ രാത്രി നടക്കുന്ന സംഭവങ്ങൾ രജനീചരന്മാർക്കല്ലേ അറിയൂ, രാക്ഷസന്മാർക്കല്ലേ അതിനെപ്പറ്റി അറിയത്തുള്ളൂ. കാരണം അവർ രജനീചരന്മാരാണ്, രാത്രി സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. രജനീചര കുലരചിതം മായകളൊക്കെ, ഈ മായയൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ, രാത്രിജന്മാർക്കല്ലാതെ ആർക്കാ അറിയാവത്. ഭയം ഇവനെ നികടഭൂമി കണ്ട് മാനസേ പാരം വളരുന്നത് എന്താവത് ഈശ്വര. ഇവനെ കണ്ട് ഭയം ഉണ്ടാകുമെന്ന് ആ പെണ്ണുങ്ങൾ പറഞ്ഞു. അവനി മകൾ അവരുടെ ഇത് ചൊന്ന നേരത്ത് അവരാശു ലങ്കേശ്വരനോട് ചൊല്ലണം. ഇതെല്ലാം പറഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്യുന്നു, രാവണനോട് എന്ന് പറഞ്ഞു. ഒരു വിമലചരൻ അമിതബലൻ അചല സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞതു. പൊരുവതിന് കരുതി അവൻ അപകത ഭയാകുലം പൊട്ടിച്ചിതു ശൈത്യ പ്രാസാദമൊക്കെ. ഇവിടെയുള്ള സർവ്വതും രാഹുവിനെ പോലെ ഇതെല്ലാം അവൻ പൊട്ടിച്ചു കളഞ്ഞു. മുസലധരാൻ അനിശമത് കാക്കുന്നവരെയും മുൽപ്പെട്ട് തച്ചു കൊന്നിടൻ അശ്രം. ഇവിടെ കാക്കുന്ന ഈ സെക്യൂരിറ്റി പോലുള്ള എല്ലാവരെയും അവൻ തച്ചു കൊന്നു. ഭുവനമതിൽ ഒരുവരെയും അവന് ഭയമില്ല. ഈ ഭൂമിയിൽ അവൻ ആരെയും ഭയമില്ല. പോയില്ല അവൻ അവിടുന്ന് ഇനിയും അവൻ പോയിട്ടില്ല. അവൻ ഇവിടെ തന്നെ കൊണ്ട് അവൻ ഇന്നേരൊക്കെ കൊന്നും കളഞ്ഞു, സർവ്വം മുടിപ്പിച്ചു. ഈ ആരാമം, അതായത് പിന്നെ ഈ പ്രാസാദം ഒക്കെ, അവിടെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ, ആ രാജധാനി അല്ലയോ, ചുറ്റും എന്തെല്ലാം കാഴ്ചകളൊക്കെ ഉണ്ട്, അതെല്ലാം ചെടികളും അങ്ങനെയുള്ള എല്ലാ കാഴ്ച കാണാൻ കൊള്ളാമെന്ന് അതെല്ലാം അവൻ നശിപ്പിച്ചു. അവൻ ഇനിയും പോയിട്ടില്ല പ്രഭു രാവണ. ദശവദന നിധി രജനിച്ചരികൾ വചനം കേട്ട്, ഈ സ്ത്രീകളുടെ വചനം കേട്ടപ്പോൾ ദന്തശുകോപ
അക്രോധ വിവശനായി. ഇവൻ ഇവിടെ നിശി തമസി ഭയം ഒഴികെ വന്ന അവൻ ഏതും എളിയവനല്ലെന്ന് നിർണ്ണയം. ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ കൊച്ചാളൊന്നും അല്ല, അവൻ എളിയവനല്ല. ഇവൻ ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഇവന് ഭയമില്ലാതെ ഇത്ര ചെയ്യണം. ഇവൻ ചെറുതൊന്നുമല്ല. നിശിതശര കുലിശം മുസലാദ്യങ്ങൾ കൂടെ കൈക്കൊണ്ട് നിങ്ങൾ പോകാശ 100,000 വീരന്മാർ അവനെ ശരിയാക്കാൻ നിങ്ങൾ 100,000 ഒരു ഹനുമാനെ ശരി ഭഗവത്തെ 100,000 വീരന്മാരെ പറഞ്ഞുവിടുക. നിശിചര കുലാധിപ ആജ്ഞാകാരന്മാരാതി നിർഭയം ചെല്ലുന്നത് കണ്ട് മാരുതി. അപ്പം ഈ രാവണന്റെ വാക്കേട്ട് ഹനുമനെ വധിക്കാൻ നിർഭയം ചെല്ലുന്നത് കണ്ട് മാരുതി. ഒരു ഭയം കൂടാതെ അവർ ഒലക്കയോ മുസലക്കോ എടുത്തുകൊണ്ട് ചെല്ലുക. ഇത് കണ്ട് മാരുതി എന്ത് ഹനുമാൻ ശിഖരികുലം ഒടു അവനി മുഴുവ ഇളകുമണ്ണ. ശിഖരികുലം ഒടുവൻ അവന് മുഴുവൻ ഇളകുമണ്ണ. ഭൂമി മൊത്തം ഇളകും സിംഹനാദം ചെയ്തത് കേട്ട് രാക്ഷസർ സഭയതര ഹൃദയമത മോഹിച്ചു വീണൽ. എല്ലാവരും ഹനുമാന്റെ സൗണ്ട് കേട്ട് സിംഹനാദം പോലെ ഭൂമി ഇളകുന്ന വണ്ണമുള്ള ഒരു നാദം കേട്ടപ്പോൾ ഇത് കേട്ട് മോഹിച്ചു വീണു അവിടുത്തെ രാക്ഷസര്. സംഭ്രമത്തോട് അടുത്തിടുന്ന പിന്നെയും ശിതവിശികമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം ഉപയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി വിരവിനോടുയർന്ന് ജിതാശ്രമം മുൽഗരം കൊണ്ട് താടിച്ചൊടുക്കിനാൻ. നീത നിശിചര നിധന നിശമന നിശാന്തരെ നിർഭരം വൃത്തിച്ച് നക്തഞ്ചരേന്ദ്രനും അഖില ബലപതിവരെ ഇവരിൽ 5 ചെല്ലുക, 5 പേര് ചെല്ലുക. അത്യന്ത രോഷ നിയോഗിച്ച അനന്ത് അവര് അഖില ബലപതിമാരായ അവരിൽ 5 അത്ര ബലവത്തോടു കൂടിയവരെ 5 പേര് ചെല്ലുക. അത്യന്ത രോഷ നിയോഗിച്ച അനന്തരം പരമരണ നിപുണനോട് എതിർത്ത് പഞ്ചത്വവും അത് അത്രമാത്രം യുദ്ധ സാമർഥ്യമുള്ള ഹനുമാന്റെ അടുത്ത് എതിർത്തപ്പോൾ എന്തോന്ന് പഞ്ചത്വം. പോയ 5 പേരും പഞ്ചത്വം മരിച്ചു. പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചതു. തതന് ദശവതന് ഉദിത കൃത ചൊല്ലിനാൻ തൽബല അത്ഭുതം മൽഭയോൽ ഭൂതിതം. അതായത് പിന്നെ അവർക്കൊക്കെ പേടിയാന്ന്. ഹനുമാൻ ഒറ്റ ഉള്ളു. പക്ഷേ ഇവരെല്ലാം ചിലരെല്ലാം മരിക്കുക. ഇപ്പൊ 5 പേരെ വിട്ടത് 5 പേരും പഞ്ചത്വം എന്ന് വെച്ചാൽ മരിച്ചു. പരിഭവം ഓട് അമിത ബല സഹിതം അഭീഷ് എന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടുന്നാർ. ഇവനെ മമ നികട ഭൂവി ചടുതി സഹജീവനോട് ഇങ്ങ് ബന്ധിച്ചു കൊണ്ടെന്ന് വച്ചിടുവൻ. ഇവനെ ചെന്ന് പിന്നെ ബന്ധിച്ചു കൊണ്ടുവരൂ. മഹിത അതിബല സഹിതം 70 ഒരുമിച്ചു. പിന്നെ 7 പേരോ അതിന് 70 ഒരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവൻ. രാജാവ് കൽപ്പിക്കുന്നു, അവർ പോകുന്നെല്ലാം മരിക്കുന്നു. ദശവദന വചന നിശമന ബലം സമന്വിതം ദണ്ഡ മുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരം അലറി നിജകരം അതിലെടുത്തുടൻ കർപ്പൂരേന്ദ്രന്മാരടുത്ത കവീന്ദ്രനും ഭുവനതലം ഉലയെ മുഹുരലറി മരുവും വിധവും ഭൂരിശസ്ത്രം പ്രയോഗിച്ചാൽ അനുക്ഷണം അനിലജനും അവരെ വിരവോട് കൊന്നിടിനാൻ ആശു ലോഹസ്തംഭ താഴ്ന്നത്താലഹു. ലോഹസ്തംഭം കൊണ്ട് അടിച്ചടിച്ച് ഹനുമാന്റെ മറ്റൊന്നുമില്ലല്ലോ, അവരെയൊക്കെ കൊന്ന് നീച സജീവ തനയർ 7 അമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചത് കേൾക്കയാൽ. അപ്പോഴെന്തെന്ന് ഈ പോയ 7 സൈന്യവും നിർജ്ജരലോകം അത് ഗമിച്ചു പോയി, അവിടെ യമലോകത്തേക്ക് പോയി, മരിച്ചുപോയി. മനസ്സി ദശമുഖന് ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടുന്ന ഇത്രയും വലിയ രാജാവ് രാവണൻ. ഒരു ഹനുമാൻ ഈ പോയവരെ അത്രയും കൊന്ന് അത്രയും വഷളായപ്പോൾ ഇവന് നാണക്കേടും മാനക്കേടും ഭീതിയും നാണവും ഖേദവും ഒക്കെ വന്ന് ഈ രാവണന്. ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാൻ ആരെയും. ഇങ്ങനെ ഉള്ളവൻ ഒരുത്തരെയും ഞാൻ ഇതുവരെയും ഇങ്ങനെ ജയിച്ച് കണ്ടിട്ടില്ല. ഇനി ഞാൻ എങ്ങും ഇങ്ങനെ ഒരുത്തരെ കണ്ടിട്ടില്ല. ഇവരൊരുവരെ എതിരിടുകിൽ സുര ജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്ത്. ഈ ജഗത്തിലെത്തെങ്കിലും ഇങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ പിന്നെ സുരന്മാർക്കും അസുരന്മാർക്കും ഇങ്ങനെ ഒരുത്തർക്കും ഇവന്റെ മുമ്പിൽ ഈ ലോകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അവർ പലരും ഒരു കവിയോട് ഏറ്റു മരിച്ചതങ്ങ്. അയ്യോ സുഹൃതം നശിച്ചത് മാമകം. ഈ രാവണന്റെ സുഹൃതമൊക്കെ നശിച്ചു പോയി, നാണക്കേടല്ലേ. ഒരു കുരങ്ങനോട് ഈ പോയവരെല്ലാം വലിയ ബലവാന്മാരാണ്, അവരെല്ലാം മരിച്ചു യമലോകത്തേക്ക് പോയപ്പം ഇയാൾക്ക് എന്താ പറയുക, അത്ര നാണക്കേടല്ലയോ. എൻ്റെ സുഹൃതം പോയല്ലോ, നശിച്ചു എൻ്റെ ഉള്ളം നശിച്ചു.
പലവും ഇത് കരുതി ഒരു പരവശത കൈക്കൊണ്ട് പാരം തളർന്ന് താതനോട് ആദരാൽ. അപ്പം ഈ ഇതിൻ്റെ പേര് രാവണനോട് മകൻ പറയുന്നു, പലവും ഇത് കരുതി ഒരു പരവശത കൈക്കൊണ്ട് പാരം തളർന്നൊരു താതനോട് ആദരാൽ വിനയമുള്ള തൊഴുത് ഇളയ മകനും ഇളയ മകൻ ആരാണ്? ഇന്ദ്രജിത്ത് ആണോ? ആയിരിക്കും. അങ്ങനെ പറഞ്ഞു, വീരപുംസാമിതം യോഗ്യമല്ലേതുമേ അലമലം ഇതറിയിൽ അനുചിതം അഖില ഭൂപ്രദാ ആത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം അരിവരനെ നിമിഷമിക കൊണ്ടുവരുവനെന്ന് അക്ഷകുമാരനം നിർഗമിച്ചിടാൻ. അവൻ്റെ ഒരു മകനുണ്ട്, അവനെ കൊണ്ടുവരും. അവനാകുമ്പോൾ ഭയങ്കര സാമർത്ഥ്യക്കാരനാണ്. കവിവരനും അത് പൊഴുത് തോരണമേറിനാൻ കാണായത് അക്ഷകുമാരനെ സന്നിധവും. അപ്പം ഈ കൊണ്ടുവരാൻ പറഞ്ഞ അക്ഷകുമാരനെ ഹനുമാൻ കണ്ടു. തോരണമേറുന്ന് കാണായി ഈ അക്ഷകുമാരനെ. ശരനികര സകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനും. അത് നേരെ എന്ത് ചെയ്തു? ശകനികര സകലിത ശരീരനായി വന്ന ശാഖാമൃഗാധിപൻ ഈ ഹനുമാൻ താനും അതുനേരം മുനിവിനോട് ഗഗനഭുവി നിന്നതാണ് ആശു തൻ മൂർധനി മുക്കരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവനോട് ചെന്ന് പുക്കിടിനാൻ. ശക്തന അക്ഷകുമാരൻ മനോഹരൻ വിബുധ കുലപുരി നിശചരാധിപൻ രാവണൻ വൃത്താന്ത ആഹന്ത കേട്ട് ദുഃഖാത്തന. ഈ പറഞ്ഞവൻ അക്ഷകുമാരനും അവിടെ പോയി ഈ യമലോകത്തേക്ക് പറഞ്ഞു വിട്ടു. ഹനുമാൻ അവനെയും കൊന്നു. തന്തയ്ക്ക് ദുഃഖം, വൃത്താന്തം കേട്ടപ്പോൾ രാവണന് ദുഃഖമായി. അമരപതി ഇത് അമിത ബല സഹിത ആത്മഖേദത്തോട് അണച്ചു ചൊല്ലിട്ട് ഞാൻ എന്താ പറയാ, പ്രിയ തനയ ശൃണു വചനമികത്തവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കിത് കേട്ടില്ലേ. അങ്ങനെ അടുത്ത മകനോട് പറയുന്നു, ആത്മനോട് പറയുന്നു, പ്രിയ തനയ മകനെ ശൃണു വചനമിക, ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ സഹോദരൻ പ്രേതാധിപാലത്തിന് പോയി, അവൻ കാലപുരിക്ക് പോയി, കേട്ടില്ലേ? മമ സുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാത്താണ്ഡജാലയത്തിന് അയച്ചിടുവാൻ ത്വരിതം അഹം അതുല ബലമോട് പോയിടുവൻ. അത്ര ശക്തിയോടുകൂടി നിങ്ങൾ പോകണം. ഈ കവീന്ദ്രനെ മാത്താണ്ഡ യമപുരിയിലേക്ക് പറഞ്ഞു വിടാൻ നിങ്ങൾ നമ്മുടെ ഈ കുട്ടിയെയൊക്കെ കൊന്ന ഈ മമസുതനെ രണശിരസി കൊന്ന ഈ യുദ്ധത്തിൽ കൊന്ന ഈ ഹനുമാനെ മാത്താണ്ഡ യമപുരിയിലേക്ക് അയക്കാൻ ത്വരിതമഹ അതുല ബലമോട് പോയിടുവൻ. കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. അതായത് ഉദകക്രിയൊക്കെ ഈ സഹോദരൻ്റെ ഉദകക്രിയൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പം അവനെ പോയി യമപുരിയിലേക്ക് വിടൂ ഹനുമാനെ. ഹനുമൽ ബന്ധനം, അങ്ങനെ ഹനുമാനെ ബന്ധനസ്ഥ. പക്ഷെ ഹനുമാൻ മരണമില്ലല്ലോ, അതുകൊണ്ട് ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. ഹനുമൽ ഇനി ബന്ധനപ്പെടുക. സീതാദേവി ഒരു കുഴപ്പം വരാതെ പെട്ടെന്ന് ശ്രീരാമനെ അറിയിക്കൂ എന്ന് പറഞ്ഞ് പെട്ടതാ. എല്ലാം പറഞ്ഞും ബാക്കിയൊക്കെ പറഞ്ഞു വിട്ടിട്ട്. പക്ഷേ ഒന്ന് അറിയിച്ചിട്ട് അവിടെ ചെന്ന് ഒരു ദൂതനല്ലേ, ശ്രീരാമ ദൂതനല്ലേ, രാജാവിൻ്റെ അടുക്കൽ അവിടെ ഒന്ന് അറിഞ്ഞിട്ട് വേണം പോകാൻ, അന്ന് അല്ലെ ഉത്തമമല്ലല്ലോ എന്ന് പറഞ്ഞ് ഹനുമാൻ എല്ലാവരെയും ശരിയാക്കുക. ഹനുമാൻ ഇത് ജനകവചനം അലിവോട് കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടാൻ തർഷണി. അപ്പം അവൻ്റെ മകൻ ഇന്ദ്രജിത്ത് എന്ത് പറയുന്നു? ത്യജ മനസ്സ് ജനക തവ ശോകം മഹാമതേ. ഒരു മകൻ മരിച്ചൊരു സങ്കടം, അതുകൊണ്ട് മനസ്സിന് കളക പിതാവേ, ശോകം മാറ്റൂ. ആരാ? ഇന്ദ്രജിത്താണ് പറയുന്നത്. തീർത്തുകൊള്ളുവാൻ ഞാൻ പരിഭവമൊക്കെ, പിതാവിൻ്റെ ദുഃഖമൊക്കെ ഞാൻ മാറ്റാം. മരണവിരഹിതൻ അവൻ, അതിനില്ല സംശയം. അവൻ ഇപ്പം തന്നെ മരിക്കും, അതിന് സംശയം വേണ്ട. മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ? ഇനി ഇതുപോലൊരുത്തൻ വേറെ വരികയില്ല. അവന് മരണകൃതമില്ലെന്ന് കാണെങ്കിൽ, അവന് മരണം ഇല്ലാത്ത, ചിലർക്ക് മരണം ഉണ്ടാവത്തില്ല, ചിലരുടെ വരം വാങ്ങിച്ചു ഹനുമാന് മരണമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ബ്രഹ്മാസ്ത്രം എയ്ത് ബന്ധിച്ചു കൊണ്ടിടുവൻ. അങ്ങനെ അവന് മരണമില്ലെങ്കിൽ ഹനുമാനെ ബന്ധിക്കാം, ബ്രഹ്മാസ്ത്രം എയ്ത് കെട്ടിപ്പൂട്ടി ബന്ധിച്ചു കൊണ്ടുവരും. ഭുവനതലം അഖില അരവിന്ദോത്ഭവ ആദിയാം പൂർവ്വ ദേവാരികൾ തന്ന വരത്തിനാൽ എനിക്ക് ആ വരമുണ്ട്. വലമഥന അഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്ന് എതിരിട്ടതും അത്ഭുതം. ഇത്രയും പിന്നെ ഇന്ദ്രനെ പോലും ജയിച്ച ഇന്ദ്രജിത്ത് എന്ന് പേരിടാൻ കാരണം ഇന്ദ്രനെ ദേവലോകത്തിൽ ഇന്ദ്രനെ ജയിച്ചതുകൊണ്ടാണ് ഇന്ദ്രജിത്തിന് പേര് വന്നത്. ആ നമ്മോട് ഒരു വാനരൻ വന്ന് എതിരിട്ടത് അത്ഭുതമായിരിക്കുന്നു. ഇന്ദ്രജിത്ത് പറയാം. അത് കരുതും അളവിലേഖ നാണമാമെത്രയും ഹന്തും അശക്യോപി ഞാൻ അവിളംബിത. അങ്ങനെ അഥവാ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ നികൃതിഭിരവി ചത്മനാഭിവ, അതായത് ധർമ്മം കൊണ്ടോ അധർമ്മം കൊണ്ടോ കള്ളമോ ചെയ്തെങ്കിലും അവനെ ഞാൻ പൂട്ടും. എന്ത് ചെയ്തും ഹനുമാന്
അതായത് ഇവിടെ കൃതിഭിരവി ധർമ്മം കൊണ്ടായാലും നികൃതിഭിരവി അധർമ്മം നടത്തിയാലും ചത്മനാഭിവ അതായത് കള്ളം എന്ത് കാപട്യം കാണിച്ചെങ്കിലും ചതിച്ചെങ്കിലും ഞാൻ കൊന്നിരിക്കും. കൊല്ലാൻ പറ്റാത്തവനാണെങ്കിൽ ഞാൻ കെട്ടിപ്പൂട്ടി ബ്രഹ്മാസ്ത്രം ഇവിടെ കൊണ്ടിടും. അതുകൊണ്ട് കൃതിഭിരവി നികൃതിഭിരവി ചന്മനാഭിവ കൃച്ഛേണ ഞാൻ തൊൽ സമീപയെ വരുത്തുവൻ. അതായത് വളരെ ബുദ്ധിമുട്ടിയെങ്കിലും ഞാനിവിടെ വരുത്തും. സപതി വിപതു ഉപഗതമിഹ പ്രമദാകൃതം സമ്പൽ വിനാശകരം പരനിർണയം സസുഖമിഹ നിവസമൈ ജീവിതത്വം വൃഥ സന്താപം ഉണ്ടാക്കരുത് കരുതുമാം. ഇത് ജനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായ പിതാവിനോട് വിഷമിക്കാതിരിക്കൂ. നയഹിതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ദ്രജിത്ത് പുറപ്പെട്ടു ഹനുമാന്റെ അടുക്കലേക്ക്. രഥകവച വിശിഖ ധനുരാദികൾ കൈക്കൊണ്ട് രഥവും കവചവും ധനുസും എല്ലാം കൂടെ കൈക്കൊണ്ട് രാമദൂതം ജേതുവാശ ചെന്നിടിനാൻ. രാമന്റെ ദൂതൻ വെച്ചാൽ ഹനുമാൻ, രാമന്റെ ദൂതനായിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഹനുമാൻ്റെ ഒക്കെ ഇങ്ങനെ ചെന്നു. ഈ രഥവും കവചവും എല്ലാമായിട്ട് ഇന്ദ്രജിത്ത് ചെന്നു. ഗരുഡനിഭനഥ ഗഗന ഉൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതളിൽ വന്ന് പരസ്പരം ബാഹുബല വീരവേഗങ്ങൾ കാണുകയാൽ പവനസുത ശിരസി ശര 5 കൊണ്ട് എഴുതിതു. അവൻ എന്ത് ചെയ്ത് പവനന്റെ മാരപുത്രന്റെ ഹനുമാന്റെ ശിരസിൽ 5 ശരം എഴുതു ഇന്ദ്രജിത്ത്. പാകാരജിത്തായ പഞ്ചാസ വിക്രമൻ അത സപതി ഹൃദയ വിശിഖം 8 കൊണ്ട് എഴുത്. മറ്റ് 6 ബാണം പാദങ്ങളിലും എഴുതു. ക്ഷിതി വിശിഖ അധികതരം 1 വാൽമേലെയ്തു, 1 വാലിൽ ഹനുമാന്റെ വാലിലെയ്തു. സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. അങ്ങനെ സിംഹനാദം കൊണ്ട് പ്രപഞ്ചമെല്ലാം കുലുങ്ങി. തതന് കവികുല തിലകൻ അമ്പ് കൊണ്ട് ആർത്തനായ സ്തംഭേന സൂതനെ കൊന്നിതു സത്തരം. അങ്ങനെ അപ്പം ഈ അമ്പ് കൊണ്ട് ആർത്തി ഉണ്ടായപ്പോൾ എന്തു സ്തംഭേന കൊടിമരം കൊണ്ട് സൂതനെ കൊന്ന്. ഈ സൂതൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ദ്രജിത്തിന്റെ രഥം നയിക്കുന്ന ആളായിരിക്കും സൂതൻ. എന്നെ കൊന്ന്. എന്തുകൊണ്ടാ? കൊടിമരം പിടിച്ച ഇളക്കി കൊന്ന്. തുരകയുധം രഥവും അഥ ചടുതി പൊടിയാക്കിനാൻ. അത് തന്നെയാ സംഭവം. രഥം നയിക്കുന്ന ആളാണ്, സാരഥിയാണെന്ന് തോന്നുന്നു സൂതൻ എന്ന് പറയുന്നത്. ഇന്ദ്രജിത്തിനെ വഹിക്കുന്ന ആളാ. അപ്പൊ കുതിരയും രഥവും അഥ ചടുതി പെട്ടെന്ന് പൊടിയാക്കി ഹനുമാൻ. എന്തുകൊണ്ടാ? കൊടിമരം കൊണ്ട്. ദൂരത്ത് ചാടിനാൻ നാഥനും. മേഘനിദാനം എന്ന് വെച്ചാൽ ഒരു മകന്റെ പേരാ. അവനങ്ങനെ കുതിരയെല്ലാം അടിച്ചു പിടിച്ചപ്പോൾ അവൻ ദൂരത്തേക്ക് ചാടി. അപരമൊരു രഥ അധിക വിധത ഉടനേറി. വേറൊരു രഥത്തിലേക്ക് ഏറി. വളരെ വിസ്തൃതം ആയ ഒരു രഥത്തിൽ അധിക വിധത ഉടനേറി വന്ന് അസ്ത്രശസ്ത്രമൊക്കെ വർഷം തുടങ്ങി. അസ്ത്രശസ്ത്ര വർഷം മഴ പോലെ അങ്ങ് തുടങ്ങി. രുഷിത അതിദശവദനതനയ ശരപാതേന. രുഷിത അതായത് കോപിഷ്ടനായിട്ട് ദശവദനതനയ ശരപാതേന രോമങ്ങൾ നന്നാല് കീറി കവീന്ദ്രനും. അതിന് ഒരു കെടുതി അവനില്ല. എന്തെല്ലാം വന്നിട്ടും അവനൊരു കെടുതിയില്ല. ഹനുമാന് അതിന് ഒരു കെടുതി അവനില്ലെന്ന് കാണുകയാൽ അംബോജ സംഭവ ബാണം എഴുതിയിടിന. അംബോജ സംഭവമാണെന്താ? ബ്രഹ്മാസ്ത്രം. അനിലജനും അതിനെ ബഹുമതിയോട് ഉടൻ ആദരിച്ച് ആഹന്ത മോഹിച്ച് വീണത് ഭൂതലേ. അപ്പം ഭഗവാന്റെ ബ്രഹ്മദേവന്റെ ബാണമായതുകൊണ്ട് ഹനുമാൻ എന്ത് ചെയ്ത് ബഹുമതിയോട് ആദരവോടുകൂടി തന്നെ ആദരിച്ചു. കാരണം ബ്രഹ്മദേവന്റെ അസ്ത്രമല്ലേ. അതുകൊണ്ട് ഈ അനിലജൻ അതായത് ഈ ഹനുമാൻ ബഹുമതിയോട് തന്നെ ആ അസ്ത്രത്തെ ആദരിച്ച് ആഹന്ത മോഹിച്ച് വീണത് ഭൂതലെ. ബോധം കെട്ടതുപോലെ അങ്ങ് വീണ്. ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ച് തൻ പിതാവിന് മുമ്പിൽ വെച്ച് വേണമെങ്കിൽ ഞാൻ ബന്ധിച്ചു കൊണ്ടുപോയി. മോഹം കെട്ട് വീണല്ലോ, മരിക്കത്തില്ല. അങ്ങനെ ബന്ധിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. പവനജന് മനസ്സിൽ ഒരു പീഡ ഉണ്ടായില്ല. മനസ്സിനകത്ത് പവനജന് ഒരു വിഷമവും ഇല്ല. അങ്ങ് കിടന്ന് എത്ര തന്നെ കൊണ്ടുപോയിക്കോട്ടെന്ന് വിചാരിച്ച്. പണ്ട് ദേവന്മാർ കൊടുത്ത വരത്തിന് ദേവന്മാർ അങ്ങനെ വരം കൊടുത്തിട്ടുണ്ട്, മരണമില്ല. നളിനതല നേത്രനാൻ രാമൻ തിരുവടി നാമാമൃതം ജപിച്ചതും ജനം സദാ. അതാണ് മനസ്സിലാക്കണം. നമ്മൾക്ക് ഭഗവാന്റെ നാമം ശ്രീരാമ എന്നുള്ള നാമം ഉണ്ടെങ്കിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹനുമാൻ അത്രമാത്രം ഭക്തനാ, നമ്മളെ കൂട്ടൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ രാമ, പിന്നെ കഴിയുമ്പോൾ ഇല്ല, ഇച്ചിരി കഴിയുമ്പോൾ രാമ. എന്തിനാ വിളിക്കുന്നത്? എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലാണ് എല്ലാവരും വിളിക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, വിഷമൊന്നും അനങ്ങത്തേ ഇല്ല. എനിക്ക് വിളിക്കാൻ വേണ്ട ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടെങ്കിലാണ് ഞാൻ കൂടുതലും വിളിക്കാറുള്ളത്. ഇവിടെ രാമൻ തിരുവടി നാമാമൃതം, ഭഗവാന്റെ നാമാമൃതം ജപിച്ചാൽ എന്തുവരും? ജനം സദാ
അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാനകർമ്മകൃത ബന്ധനം ക്ഷണാൽ സുചിര വിരചിത അഭി വിമുച്ച ഹരിപദം. അത് വളരെ പഴയതാണെങ്കിലും പോലും മുക്തി നേടി ഹരിപദം മോക്ഷം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗ അകതളിൽ വച്ചൊരു രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ. ഭഗവാന്റെ നാമം ഭഗവാന്റെ രഘുതിലക ചരണം യുഗ അകതളിരിൽ ഭഗവാന്റെ പാദങ്ങൾ രണ്ടും നമ്മുടെ ഉള്ളത്തിൽ അകതളിൽ വെച്ചാൽ അങ്ങനെ രാമദൂതൻ ആയ ഈ ഹനുമാന് എന്ത് ദുഃഖം വരുന്നേ, ഒരു ബന്ധവും ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ഇല്ലത് ഓർക്കുക. അങ്ങനെ ഉള്ളവർക്ക് മരണം ജനനമുള്ള വികൃതി നമുക്കുണ്ടാകത്തില്ല. ഭഗവാനെ നമ്മുടെ ഉള്ളിലാക്കിയാൽ പരമാത്മാவோട് ചേരുകയാണല്ലോ. അപ്പോൾ നമുക്കിന്നെ ദുഃഖം ദുരിതങ്ങളെല്ലാം ബന്ധമെല്ലാം അറ്റാണല്ലോ മോക്ഷം വരുന്നത്. അങ്ങനെ ഉള്ളവർക്ക് മരണജനിമയ വികൃതി ബന്ധമില്ലോ, അത് ഓർക്കൂ. മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം, അല്ലാത്ത ബന്ധം കൊണ്ട് എന്താ സങ്കടം. അപ്പം അവിടെ മോഹപ്പെട്ട് വീണപ്പോൾ അവൻ കെട്ടിക്കൊണ്ട് വീണത് എന്താ, അവൻ്റെ ശരീരമല്ലേ കൊണ്ടുപോകുള്ളൂ. ഹനുമാൻ്റെ ഉള്ളിൽ ആരാ, പരമാത്മാവ് ശ്രീരാമനാണല്ലോ. അതുകൊണ്ട് ദേഹത്തിന് എന്താ കുഴപ്പം, ദേഹം എന്നെ ഇങ്ങനെയുള്ള ഭക്തന്മാർ ത്യജിച്ചവരാണല്ലോ. അതുകൊണ്ട് ജനിമയ വികൃതി ബന്ധമില്ലോ, അത് ഓർക്കൂ. മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം, അവിടെ ഇന്ദ്രിയത്ത് കെട്ടിപ്പൊതിച്ച് എന്താ കാര്യം. കപടം അതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്ന് കൊടുത്തതിനന്തരം അദ്ദേഹം എന്ത് ചെയ്ത്, കാപട്യത്തോടുകൂടി അഭിനയിച്ചം കിടന്ന് നിങ്ങൾ കെട്ടിക്കൊണ്ട് പൊയ്ക്കോ എന്ന്. പലരും അതികുതുകമൊടു നിശിചരരണഞ്ഞു. ഇത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് രാക്ഷസന്മാരുടെ കൂട്ടത്തോടെ അവിടെ കൂടി ഹനുമാനെ കാണാൻ. പലരും അതികുതുകം, ഇതൊരു കുതുകല്ലേ, കാരണം ഒരു ഹനുമാൻ, ഒരു കുരങ്ങൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി, എത്ര ചത്തു. അവസാനം എന്ത് ചെയ്ത്, ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചതേ പറ്റുന്നുള്ളൂ. മരിക്കത്തില്ലല്ലോ, ദേഹം മരിക്കത്തില്ലല്ലോ. പലരും അതികുതുകമോട് നിശിചരരാണ്. ഈ ചരരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിയത്തില്ല, കേൾക്കുന്നവർക്ക് വ്യക്തമാകൂലെന്ന് എനിക്കറിയാം. നിശിചരരണഞ്ഞു രാക്ഷസന്മാരുടെ കൂട്ടത്തോടെ അവിടെ എല്ലാവരും കാണാൻ ചെന്നു. പാശഖണ്ഡനെ ബന്ധിച്ചത് കാരണം എന്താ, പാശം കൊണ്ട് ബന്ധിച്ച്, അതാണ് കാരണം. ബലമിയലും അമരരിവു കെട്ടിക്കിടന്നഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടത് അപ്പോഴേ. അപ്പം ബലമിയലും അമരരിപു എന്ന് വെച്ചാൽ ദേവന്മാരുടെ ശത്രു. അതാരാ, ഇന്ദ്രാരി. കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടത് അപ്പോഴേ. അത് എന്തോന്നേക്ക് അങ്ങോട്ട് ബലമിയലും അമരരിപു ദേവന്മാരുടെ ശത്രു. കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടത് അപ്പോഴേ. വ്യഥയും അവൻ അകതടലിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞില്ലവൻ. വിഷമമൊന്നും ഉള്ളത്തിലില്ല ഹനുമാന്. വ്യഥയും അവൻ അകതടലിലില്ല, ഒരു വിഷമവും ഉള്ളത്തിലില്ല. എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞില്ല. എനിക്ക് വിഷമമാണ്, നടക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ച് അവിടെ കിടക്കുക, കളഞ്ഞില്ലവൻ. നിശിചരെടുത്ത് കൊണ്ട് ആർത്തു പോകും. എല്ലാവരുടെ ബന്ധിച്ച് കിടന്നപ്പോൾ നടക്കാതാണ്ട് എടുത്തോണ്ട് പോട്ടെന്ന് കരുതി ഹനുമാൻ അനങ്ങാതം കിടന്ന് നടക്കാൻ ബന്ധനമൊക്കെ കെട്ടൊക്കെ അഴിച്ചിട്ട് എടുത്തുകൊണ്ട് പോകണം. അതിന് ഹനുമാൻ അനങ്ങാതെ കിടന്ന് വയ്യാത്തതുപോലെ അഭിനയിച്ചും കിടന്ന്. അപ്പം നിശിചരൻ എടുത്തുകൊണ്ട് ആർത്തു പോകും വിധവും നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവത്തോട് തന്നെ അനങ്ങാതം കിടന്ന് അവർ എടുക്കട്ടെന്ന് വിചാരിച്ച് ഹനുമാൻ വേഗം ഒന്ന് താങ്ങിക്കൊണ്ട് പോട്ടേന്ന്. അനിലജനെ നിശിചര കുലാധിപൻ മുമ്പിൽ വച്ച് പരാതി ചൊല്ലിടിനാൻ. അതായത് ഈ ഹനുമാനെ കൊണ്ടുവന്ന് ഈ രാവണന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ആദിദയാധിപാരാതി ചൊല്ലിടിനാൻ. ആരാണ്? ഇന്ദ്രജിത്ത് പറയുന്നു. അമിത നിശിചരവരരെ രണശിരസി കൊന്നവൻ ആശ് വിരിഞ്ചാസ്ത്ര ബദ്ധനായിടിനാൻ. ഈ ഒത്തിരി പേരെ കൊന്നല്ലോ ഈ ഹനുമാൻ. രണശിരസി കൊന്ന അവൻ ആശ് വിരിഞ്ചാസ്ത്രം ബ്രഹ്മാവിൻ്റെ അസ്ത്രം കൊണ്ട് ബദ്ധനായിടിനാൻ എന്ന് പിതാവിൻ്റെ ഒക്കെ രാവണൻ്റെ ഒക്കെ കൊണ്ടുവച്ച് പറയുന്നു. ജനക തവ മനസ്സിൽ സജീവന്മാരുമായി ഇനി ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയത. ഇനി എന്താണെന്ന് വെച്ചാൽ അത് ചിന്തിക്കൂ. ഇനി ഇനി ഹനുമാനെ എന്ത് ചെയ്യണം? ജനക പിതാവേ, ഇന്ദ്രജിത്തിൻ്റെ പിതാവാണ് രാവണൻ. അവിടെ ജനക എന്ന് പറയുമ്പോൾ പിതാവേ എന്നാണ് ഇന്ദ്രജിത്ത് വിളിക്കുക രാവണന്. തവ മനസ്സിൽ, അങ്ങയുടെ മനസ്സിൽ സജീവന്മാരുമായി ഇനി അങ്ങയുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമൊക്കെ ആയിട്ട് ആലോചിക്കൂ ഈ ഹനുമാനെ എന്ത് ചെയ്യണം എന്ന്. ചെമ്മേ വിചാര്യ, ആലോചിച്ചിട്ട് കാര്യം നീ വിധി കൽപ്പിച്ചാലും വിധിയതാം. നീ എന്താണ് ഇനി ചെയ്യണമെന്ന് നീ പറയൂ, അങ്ങനെ ചെയ്യാം. രാജാവല്ലേ, രാജാവിന് മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അവർ എടുത്തുകൊണ്ട് പോയി രാവണൻ്റെ ഇടക്ക് കൊണ്ട് ഹനുമാനെ കൊണ്ട് കിടത്തി.
പ്ലവക കുലവരൻ അറിയ സാമാന്യനല്ലിവൻ, പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരു അന്തകൻ. ശത്രുക്കൾക്ക് ശത്രുക്കളായ വർഗത്തിനെല്ലാം ഒരു അന്തകനാണ് ഇവൻ, സാധാരണക്കാരനല്ല. പ്ലവക കുലവരൻ അറിയ സാമാന്യനല്ലിവൻ, ഇവൻ സാധാരണക്കാരനല്ല, അസാധാരണമാണ് ഈ ഹനുമാൻ. പ്രത്യർത്ഥി അതായത് ശത്രുക്കളായ എല്ലാവർക്കും ഇവനൊരു അന്തകനാണ്, കാലനാണ്. നമുക്ക് ഇന്ന് ഇവിടം വരെ ഉള്ളു. ഇത്രയും മതി, എനിക്ക് സന്തോഷമായി. ഇത് പറഞ്ഞു വായിക്കാൻ വലിയ പാടാ മക്കളെ. ഇത് ഒന്നുമില്ലെങ്കിൽ അർത്ഥം പറയാതെ പോകണം, എന്നാലും നാക്ക് തിരിയത്തില്ല. ഇതൊക്കെ പറയാൻ പാടുള്ള വാക്കുകളാണ്. എല്ലാവരും ചിന്തിക്കും ഇവർക്ക് വരെ ഒരു തൊഴിലും ഇല്ലയോന്ന്. മക്കളാരും വിചാരിക്കത്തില്ല. കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ കേട്ടാൽ മതിയല്ലയോ. ഇത് കേൾക്കാത്തവരെ അതിങ്ങനെ അറിയാനാ ഞാനിത് വായിക്കുന്നെന്ന് അതും അറിയത്തില്ല. അതുകൊണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് ടച്ച് ചെയ്തെങ്കിലല്ലേ ഇത് കേൾക്കൂ. അപ്പം എൻ്റെ മക്കളല്ലേ ഇത് കേൾക്കുള്ളൂ. അവർക്ക് എന്താ വേണം അല്ലേ? അത്ര മതി, എനിക്കത്രയും മതി. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.